സ്തോത്രം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെ ബൈബിളിലുള്ള എല്ലാവരും ഓപ്പൺ ചെയ്താട്ടെ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെ ലഭിച്ച എല്ലാവരും ശബ്ദമുയർത്തി. കഴിഞ്ഞ ആഴ്ച മുഴുവൻ വീട്ടിൽ സംസാരിച്ച ഉച്ചസ്ഥായിലുള്ള ശബ്ദമുയർത്തി വായിച്ചേ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത് അല്ലോ. ഇന്ന് പകൽ നാം കേൾക്കുന്നത് 13-ാം വാക്യമാണ്. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ടൈറ്റിൽ ഓഫ് ടുഡേയ്സ് മെസ്സേജ്: ടെസ്റ്റ് ആൻഡ് ടെംപ്റ്റേഷൻ. ടെസ്റ്റ് ആൻഡ് ടെംപ്റ്റേഷൻ. പരീക്ഷയും പ്രലോഭനവും. പരീക്ഷയും പ്രലോഭനവും. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒലിമലയുടെ താഴ്വരയിൽ 12 ശിഷ്യന്മാർക്ക് ഇവണ്ണം പ്രാർത്ഥിപ്പിൻ എന്നൊരു മോഡൽ പ്രയർ, ഒരു മാതൃകാ പ്രാർത്ഥന പഠിപ്പിക്കുകയായിരുന്നു. കാരണം യോഹന്നാൻ സ്നാപകന് വചനത്തിൻ്റെ ശക്തി മാത്രമുണ്ടായിരുന്നു. ഗംഭീര പ്രസംഗമായിരുന്നു യോഹന്നാൻ്റെ പ്രസംഗം. പക്ഷേ ആ മരുഭൂമിയിൽ വെളിപ്പെട്ടതായ ആ ശബ്ദം കൊണ്ട് മരുഭൂമിയിലേക്ക് ജനം കടന്നുപോയി ആയിരങ്ങൾ സ്നാനപ്പെട്ടു. നിങ്ങളുടെ ശബ്ദം ദൈവശബ്ദമെങ്കിൽ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിലും 10,000 നിങ്ങളുടെ മുൻപിൽ കൂടി വരുവാൻ വേണ്ടി പോകുന്നു. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കാത്തലിക്കിൻ്റെയോ പ്രൊട്ടസ്റ്റൻ്റെയോ ശബ്ദമല്ല, ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമായി, ദൈവശബ്ദമായി നിങ്ങളുടെ ശബ്ദം മാറിയെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. തിരുവചനം പറയുന്നു, എന്നാൽ യോഹന്നാന് വചനത്തിൻ്റെ ശക്തി മാത്രം ഒതുങ്ങിയപ്പോൾ യേശു കർത്താവിൽ വചനത്തിൻ്റെ മാത്രം ശക്തിയല്ല, വരങ്ങളുടെ ശക്തിയും സ്തോത്രം യേശുവിലുണ്ടായിരുന്നു. പുതിയ നിയമസഭയെ നോക്കി ഞാൻ പറയട്ടെ, ഒരു വശത്ത് നിങ്ങൾക്ക് വചനത്തിൻ്റെ ശക്തി ഉണ്ടായിരിക്കണം, മറുവശത്ത് വരങ്ങളുടെ ശക്തിയും ഉണ്ടായിരിക്കണം. യേശു കർത്താവ് രോഗശാന്തിയെക്കുറിച്ച് അഭിപ്രായമല്ല പറഞ്ഞത്. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കി. രോഗികളെ സൗഖ്യമാക്കേണ്ട 5 പോയിന്റ് അല്ല യേശു പറഞ്ഞത്. ഭൂതങ്ങളെ പുറത്താക്കേണ്ട 7 പോയിന്റ് അല്ല യേശു പറഞ്ഞത്. യേശു അഭിപ്രായമല്ല പറഞ്ഞത്, യേശു ആലോചനയാണ് പറഞ്ഞത്. കേക്ക്, അഭിപ്രായം വേറെ, ആലോചന വേറെ. അഭിപ്രായത്തിന് ശക്തിയില്ല, പക്ഷേ ഇന്ന് പകൽ ആലോചനയ്ക്ക് ശക്തിയുണ്ട്. God's word never return void. It will accomplish the purpose of God. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആലോചന എന്ന വചനം ഇന്ന് പകലും ഒരിക്കലും വൃഥാവായി മടങ്ങി വരത്തില്ല. അത് അയച്ച കാര്യം ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നിവർത്തിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. അതുകൊണ്ട് യേശു രോഗികളെ സൗഖ്യമാകാൻ സാധ്യതയുണ്ട് എന്നല്ല യേശു പറഞ്ഞത്, അവൻ രോഗികളെ സൗഖ്യമാക്കി. യേശു ഭൂതം പുറത്തു പോകാൻ ചിലപ്പോൾ പറ്റും എന്നല്ല യേശു പറഞ്ഞത്, യേശു കർത്താവ് ഭൂതത്തെ പുറത്താക്കി. അർത്ഥം ഞാൻ ആവർത്തിച്ച് പറയട്ടെ, യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയാത്തൊരു രോഗമില്ല, യേശുവിനെ പുറത്താക്കാൻ കഴിയാത്തൊരു ഭൂതമില്ല. അംശവടി വെച്ചാൽ മാറാത്തത്, മന്ത്രവടി കൊണ്ട് തീരാത്തത്, ആണിപ്പഴുത്തുള്ള കർത്താവിൻ്റെ കരം തൊട്ടാൽ അത്ഭുതകരമായി ഇന്ന് പകലും വിടുതലോടെ പുറത്തു വരും. കാരണം അവൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. സോ യേശുവിലൂടെ വെളിപ്പെട്ടതായ വലിയ ശക്തി കണ്ടിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. യേശു കർത്താവ് ഫണ്ട് റൈസിങ് പഠിപ്പിച്ചില്ല, യേശു കർത്താവ് ചർച്ച് പൊളിറ്റിക്സ് പഠിപ്പിച്ചില്ല, യേശു കർത്താവ് എങ്ങനെ മനുഷ്യൻ്റെ അഭിപ്രായം വാരിക്കൂട്ടാമെന്ന് പഠിപ്പിച്ചില്ല, വോട്ടെങ്ങനെ കിട്ടും, എങ്ങനെ ഭദ്രാസനവും സിംഹാസനവും ദൈവരാജ്യത്തിൽ പണിതിടാം എന്ന് കർത്താവ് പഠിപ്പിച്ചില്ല. പകരം കർത്താവ് പഠിപ്പിച്ചത് സ്തോത്രം പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. ഈ കാലഘട്ടത്തിലും പ്രാർത്ഥനയെക്കുറിച്ച് കേൾക്കുന്നവരല്ല, പകരം പ്രാർത്ഥനാ ജീവിതത്തിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട് ജീവിപ്പാൻ ദൈവകൃപയിൽ ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കാരണം പ്രാർത്ഥിക്കുന്നവൻ മാത്രമേ ജയിക്കത്തുള്ളൂ, പ്രാർത്ഥിക്കുന്നവൻ മാത്രമേ തഴക്കത്തുള്ളൂ. ഞാൻ ആവർത്തിക്കുന്നു, പ്രസംഗം കേൾക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. സ്തോത്രം. അതെ, നീ മുട്ടുമടക്കണം, നീ പ്രാർത്ഥിക്കണം. നീ വചനം കേൾക്കുകയല്ല, വചനം നീ വായിക്കണം. തിങ്കൾ മുതൽ ശനി വരെ വീട്ടിൽ പൊടി പിടിച്ചിരിക്കുന്ന പുസ്തകമാകരുത്. തിങ്കൾ മുതൽ, നിങ്ങൾ ചിലരൊന്നും മിണ്ടുന്നില്ല, കമാൺ. തിങ്കൾ മുതൽ ശനി വരെ അലമാരയിലും മേശപ്പുറത്തും പൊടി പിടിച്ചിരിക്കുന്ന പുസ്തകമാകല്. ഇതിനായിരിക്കണം നീ ജീവിക്കേണ്ടത്. ഈ ബൈബിൾ നീ വായിക്കണം, മുട്ടുമടക്കണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ആ വചനത്തിൻ്റെയും പ്രാർത്ഥനയുടെ ശക്തിയാൽ സ്വർഗം തുറക്കപ്പെടും, അവസ്ഥകൾ മാറും, മറുപടികൾ സംഭവിക്കും, ദൂതന്മാർ ഇറങ്ങി വരിക തന്നെ ചെയ്യും.
യേശു കർത്താവ് ആ മാതൃകാ പ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച കർത്താവിൻ്റെ പ്രാർത്ഥന, ശിഷ്യന്മാരെ ഏൽപ്പിച്ചതുകൊണ്ട് ശിഷ്യന്മാരുടെ പ്രാർത്ഥന, 3 നാമങ്ങളാണ് അതിലുള്ളത്. സ്തോത്രം. ഒന്നാമത് കർത്താവ് പറഞ്ഞു, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതുവരെ യാവേ, അഡോനായ്, യജമാനനെ, ദൈവമേ എന്ന് വിളിച്ചിരുന്നപ്പോൾ അകന്ന സ്തോത്രം നിൽക്കുന്ന പിതാവിനെയല്ല. ആരും പിതാവിനെ കണ്ടിട്ടില്ലല്ലോ. യോഹന്നാൻ 1:17. സ്തോത്രം. തൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ ഇറങ്ങി വന്നിട്ട് യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിശ്ചയം ശിഷ്യന്മാർ ഞെട്ടിക്കാണും. സ്തോത്രം. പുതിയൊരു റിലേഷൻ കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. തൊട്ടടുത്ത് ഒന്നാമത്തെ പോയിന്റ്, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. 2, അങ്ങയുടെ രാജ്യം വരണമേ. 3, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. 4, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. 5, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അർത്ഥം, മറ്റുള്ളവരോട് ക്ഷമിക്കാത്തവൻ്റെ പാപം ദൈവം ക്ഷമിക്കയില്ല. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുന്നവരാണ്. ക്ഷമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതമേ ക്ഷമയായിരിക്കും. പ്രതികാരത്തിൻ്റെ ജീവിതമല്ല നിൻ്റെയും എൻ്റെ ജീവിതം. കയ്പിൻ്റെ ജീവിതമല്ല നിൻ്റെ ജീവിതം. ശത്രുക്കൾ നമുക്കില്ലേ ഇല്ല. നമ്മുടെ ശത്രു ജഡത്തിൽ വസിക്കുന്നവനല്ല. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വലോകങ്ങളെ ദുഷ്ടാത്മ സൈന്യത്തോടും അത്രേ. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുവാൻ കഴിയും? ഈവൻ മനുഷ്യൻ തിന്മയ്ക്കായി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നന്മയ്ക്കാക്കി തീർക്കുന്നവനാണ് കർത്താവ്. അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. സ്വവേദ പുസ്തകം പറയുന്നു, 6ാമത്തെ പോയിന്റായി കർത്താവ് പഠിപ്പിക്കുകയാണ്, സ്തോത്രം, പരീക്ഷയിൽ കടത്താതെ ഞങ്ങളെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. സ്തോത്രം. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് സ്പിരിച്വൽ വാർഫെയർ. ആത്മീയ യുദ്ധത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. 6ാമതായി പറയുകയാണ്, സ്തോത്രം, അതെ, പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. യേശു 1ാമതല്ല പിശാചിനെ കുറിച്ചും അവൻ്റെ പരീക്ഷയെക്കുറിച്ചും തന്ത്രത്തെക്കുറിച്ചും പറഞ്ഞത്. ഏറ്റവും തട്ടിലാണ് കർത്താവ് സാത്താനെ കുറിച്ച് മെൻഷൻ ചെയ്തത്. പക്ഷേ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്തോത്രം, എന്തു പറഞ്ഞാലും പോരാട്ടമെന്ന് പറയുന്നവർ. അവരാദ്യം പറയുന്നത് പോരാട്ടമാണ്, സാത്താനാണ്, ബന്ധനമാണ്. സാത്താൻ ഇതൊന്നും അറിയാതെ അങ്ങ് റാവൽപിണ്ടിയിൽ ജീവിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തിരുന്ന് നീ പോരാട്ടം. സാത്താൻ. സ്തോത്രം. അതെ, ചോറ് വെന്തില്ലെങ്കിൽ സാത്താൻ, അവിയലിന് ഉപ്പ് കുറഞ്ഞാൽ സാത്താൻ, അതെ, പുട്ടിൽ കല്ല് കടിച്ചാൽ സാത്താൻ. അപ്പോൾ റാവൽപിണ്ടിയിലിരിക്കുന്ന സാത്താൻ സൂട്ട് കേസ് പാക്ക് ചെയ്തിട്ട് പറയും, എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ചിലർ പറയും, ചിലർ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ അത് പറയും, ഇവിടെ ഞാൻ പോരാട്ടം ഫീൽ ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം വളരെ താഴ്മയോടെ പറയട്ടെ, ഈ സെപ്റ്റംബർ മാസം 21-ാം തീയതി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഞാൻ ഫീൽ ചെയ്യുന്നു. പത്ത് പ്രാവശ്യം നീ സാത്താനെ കുറിച്ച് പോരാട്ടം എന്ന് പറയുന്നെങ്കിൽ 1000 പ്രാവശ്യം നീ യേശു എന്ന് പറയണം. കാരണം സകല നാമത്തിന് മേലായ നാമമാണ് നസ്രേന യേശുവിൻ്റെ നാമം. സ്തോത്രം. തിരുവചനം പറയുന്നു, സകല പ്രവാചകന്മാരും പറയുന്നു, അവൻ്റെ നാമത്തിൽ പാപമോചനമുണ്ട്, മറ്റൊരുത്തിന് രക്ഷയില്ല, അവൻ്റെ നാമത്തിൽ രക്ഷയുണ്ട്, അവൻ്റെ നാമത്തിൽ ആരോഗ്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 3. അവൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16. സകല പ്രവാചകന്മാരും അവനിൽ പാപമോചനമുണ്ടെന്ന് പറഞ്ഞു, അവൻ്റെ നാമത്തിൽ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞു, അവൻ്റെ നാമത്തിൽ രക്ഷയുണ്ടെന്ന് പറഞ്ഞു, അവൻ്റെ നാമത്തിൽ വിടുതലുണ്ടെന്ന് അവർ പറഞ്ഞു. എങ്കിൽ ആമേൻ, നീ പറയേണ്ടത്, നിന്റെ നാവിൽ എടുക്കേണ്ടത്, അന്യ ദൈവങ്ങൾ അശുദ്ധാത്മാക്കളാകല്. നീ മാഗ്നിഫൈ ചെയ്യേണ്ടത്, നീ മഹത്വപ്പെടുത്തേണ്ടത്, നീ മഹത്വപ്പെടുത്തേണ്ടത് യേശുവിനെ ആയിരിക്കണം. ചില പറയാറുണ്ട്, എനിക്കൊരു പോരാട്ടമുണ്ട്, എനിക്കൊരു PhD ഉണ്ടെന്ന് പറയുന്ന പോലെ. എനിക്കൊരു പോരാട്ടം ഉണ്ടെന്ന് പറയാതെ പകരം നേരെ പറഞ്ഞോട്ടെ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നിലുള്ളവൻ. ബാക്കി പറ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. 6ാമത്തെ പോയിന്റായി കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അപ്പോൾ സ്തോത്രം. നോട്ട് ലീഡ് us into temptation. Really? Are you going to lead us into temptation? നീ ഞങ്ങളെ നയിക്കുകയാണോ? നല്ലവനായ ഇടയനെ, നല്ലവനായ ഇടയനെ, നല്ല ഇടയനാകുന്ന യേശുവേ, നീ ഞങ്ങളെ നയിക്കുന്നത് സ്തോത്രം ശത്രുവിൻ്റെ പാളയത്തിലേക്കാണോ?
അവൻ്റെ പോരാട്ടത്തിലേക്കും അവൻ്റെ ടെംപ്റ്റേഷനിലേക്കും പരീക്ഷയിലേക്കുമാണോ നീ എന്നെ നയിക്കുന്നത്? അല്ല. 23-ാം സങ്കീർത്തനം 2-ാം വാക്യം കാണാതെ പറഞ്ഞാട്ടെ. സ്തോത്രം. പച്ചയായ പുൽപ്പുറത്തിലേക്ക്, സ്വസ്ഥമേറിയ വെള്ളത്തിനരികിലേക്ക്, അവിടേക്കാണ് ദൈവം നിന്നെ നയിക്കുന്നത്. പച്ചയായ പുൽപ്പുറത്തിലേക്ക് നോക്ക്, സ്വസ്ഥമായ വെള്ളത്തിലേക്ക് അവൻ നിന്നെ നയിക്കുന്നു. നിന്റെ ഫസ്റ്റ് മന്ത്രി വന്ന് നിന്നോട് മാസപ്പടി വാങ്ങുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞു, എനിക്കത് വിഷയമല്ല. ഇന്ന് പകൽക്കാലം ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത, കള്ളം പറയാത്ത കർത്താവ് പറയുന്നു, നല്ല ഇടയവനാകുന്ന കർത്താവ് നിന്നെ നയിക്കുന്നത് പോരിലേക്കും പോർക്കളത്തിലേക്കുമല്ല, പകരം പച്ചയായ പുൽപ്പുറത്തിലേക്ക്, സ്വസ്ഥമേറിയ വെള്ളത്തിനരികിലേക്ക്. ഹല്ലേലൂയ. എന്നാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഈ ലോകത്തിലൊരു പോരാട്ടമുണ്ട്. നിങ്ങളുടെ ജീവിത യാത്രയിൽ വഴിയിൽ സർപ്പമുണ്ടെന്ന് തിരുവചനം പറയുന്നു. പാമ്പിനെ കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാടെ. ഹല്ലേലൂയ. പാമ്പിനെ കൊന്നിട്ടുള്ളവർ ഞാൻ ചോദിക്കത്തില്ല, കാരണം ഓഫീസേഴ്സ് ഉണ്ട്. സ്തോത്രം. അത് പിന്നെ കേസാകും. അതുകൊണ്ട് അതെ, പാമ്പിനെ കുറിച്ച് തിരുവചനം പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 49:7 വായിക്കുമ്പോൾ വഴിയിൽ സർപ്പമുണ്ട്. പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, അതൊരു വാണിംഗ് ആണ്. വഴിയിൽ സർപ്പമുണ്ട്. നിന്റെ ബിരുദനെ തെറ്റിപ്പാൻ, നിന്റെ ജീവിതത്തെ തകർക്കുവാൻ, നിന്റെ ജീവിതത്തെ പങ്കിലപ്പെടുത്തുവാൻ, അലങ്കോലമാക്കാൻ, തകർക്കുവാൻ. സ്തോത്രം. വഴിയിൽ സർപ്പമുണ്ട്. ഉൽപ്പത്തി 49:7 എങ്ങനെ പറയുന്നു? വഴിയിൽ സർപ്പമുണ്ട്. 6ാമത്തെ പോയിന്റാണ് കർത്താവ് പറഞ്ഞത്, വഴിയിൽ സർപ്പമുണ്ട്. അതിനർത്ഥം വഴിയിൽ ദൈവം ഒരു പാമ്പിനെ ഉണ്ടാക്കി വെച്ചോ? ഇല്ല. ദൈവം തിന്മകളെ സൃഷ്ടിക്കുന്നില്ല. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നവനാണ് കർത്താവ്. റോമർ 8. സ്തോത്രം. സകലതും നന്മയ്ക്കായി ചെയ്യുന്നവനാണ് ദൈവം. നിന്റെ ജീവിതത്തിൽ തിന്മ കിൻഡൽ കണക്കിനും കിലോ കണക്കിനും ദൈവം ചെയ്യുന്നില്ല. നിന്റെ ലൈഫിൽ സകലതും സംഭവിക്കുന്നത് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്നാൽ ഒരു ദിവസം സ്വർഗത്തിൽ, സ്തോത്രം, ഒരു കെരൂബിന് തോന്നി ഞാൻ മാത്രം വലിയവൻ, ഞാൻ മാത്രം ബെസ്റ്റ്. ആ മിഖായേലിനേക്കാൾ ഞാൻ വലിയവനാണ്. ആ ഗബ്രിയേലിനേക്കാൾ ഞാൻ വലിയവനാണ്. ആ ദൈവത്തെക്കാൾ ഞാൻ ഉന്നതനാണ്. അങ്ങനെ ചിന്തിക്കുന്ന മന്ദബുദ്ധികൾ, കാപട്യമുള്ളവർ ഇന്നും നമ്മുടെ പട്ടണത്തിലുണ്ട്. സ്തോത്രം. മറ്റുള്ളവരെക്കാൾ ഞാനാണ്, എനിക്കെന്തോ എക്സ്ട്രായുണ്ട്, മറ്റുള്ളവരെക്കാൾ ഞാനെന്തോ ഉന്നതനാണ്, അവർക്കില്ലാത്ത എന്തൊക്കെയോ എക്സ്ട്രാ ഫിറ്റിംഗ് എനിക്കുണ്ട്. നോ, അതിൻ്റെ പേരാണ് പ്രൈഡ്, അതിൻ്റെ പേരാണ് നിഗള. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, അങ്ങനെയുള്ളവരുടെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, അങ്ങനെയുള്ളവരുടെ സ്തോത്രം വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം, നാശത്തിന് മുൻപേ ഗർവം. കേട്ടവർ ആമേൻ പറഞ്ഞേ. ഒറ്റപ്പെട്ടവർ, ഒറ്റയ്ക്കിരുന്നപ്പോൾ ലൂസിഫറിന് തോന്നി, സ്തോത്രം, യെസ്, ഞാൻ മറ്റുള്ളവരെക്കാൾ ഉന്നതനാണ്. അതുകൊണ്ട് കർത്താവ് കൃപാസനത്തിന് മുകളിൽ, ആർക്ക് ഓഫ് ദ കവനന്റ്, ദൈവത്തിൻ്റെ നിയമപെട്ടകത്തിന് മുകളിൽ, കൃപാസനത്തിന് മുകളിൽ ഒരു കെരൂബിനെയല്ല ദൈവം ഇരുത്തിയത്. പരസ്പരം നോക്കിയിരുന്നോ എന്ന് പറഞ്ഞ് 2 കെരൂബിനെ ദൈവം വെച്ചു. ആരോട് പറയാൻ? 2 കെരൂബിനെ കർത്താവ് വെച്ചു. സ്തോത്രം. സ്വന്തം സ്തോത്രം മഹത്വത്തെ അല്ല, ഇപ്പം മറ്റവൻ്റെ മഹത്വം കാണുന്നു, മറ്റവൻ യവൻ്റെ മഹത്വത്തെ കാണുന്നു. അവൻ്റെ മഹത്വം യവൻ കാണുന്നു, യവൻ്റെ മഹത്വം സ്തോത്രം അവൻ കാണുന്നു. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു. നിന്റെ നടുവിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി നിൽപ്പാൻ നീ സ്വന്തം മാനമല്ല അന്വേഷിക്കേണ്ടത്, നിന്നെക്കാൾ മറ്റുള്ളവൻ ശ്രേഷ്ഠനെന്ന് എണ്ണട്ടെ. എന്നാൽ വേദപുസ്തകം പറയുന്നു, യെശയ്യാ പ്രവചനം 14, എസെക്കിയേൽ 28, വെളിപ്പാട് പുസ്തകം 12, 3 അധ്യായങ്ങൾ പറയുന്നു, there was war in the heavens. സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. സ്വർഗത്തിൽ ആ കെരൂബാകുന്നതായ ലൂസിഫർ, സ്തോത്രം, ദൈവത്തോട് യുദ്ധം ചെയ്ത്. മന്ദബുദ്ധി പിശാച്, നിന്റെ തല തകരുന്നതിന് മുൻപേ നീ ഭയങ്കര ബുദ്ധിയിൽ നീ വലിയ ചെറിയവരാണ്. സർവശക്തന്റെ മുൻപിൽ നിനക്കെങ്ങനെ നിൽക്കാൻ പറ്റുന്നത്? സർവശക്തനായ ദൈവത്തിന് മുൻപിൽ പിടിച്ചു നിൽപ്പാൻ ഒരു പൈശാചിക ശക്തിക്കും കഴിയത്തില്ല, ഒരു ലൂസിഫറിനും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും സാത്താന്യ ആരാധനക്കാരൻ എന്നെ കേൾക്കുന്നെങ്കിൽ, ഏതെങ്കിലും ഇലുമിനാറ്റി ഏജന്റ് എന്നെ കേൾക്കുന്നെങ്കിൽ, ഏതെങ്കിലും മന്ത്രവാദികളുടെ ഏജന്റുമാർ എന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം പറയട്ടെ, ലോകത്തുള്ള സകല മന്ത്രവും തന്ത്രവും ഒരുമിച്ച് കൂടിയാലും എൻ്റെ ദൈവം എഴുന്നേൽക്കും, ശത്രുക്കൾ ചിതറിപ്പോകും. കാരണം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്.
ആ ലൂസിഫറിനെ ദൈവം വെട്ടി സ്തോത്രം ഭൂമിയിലേക്ക് എറിഞ്ഞു. ലൂക്കോസ് 10:10-18. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സാത്താൻ ആകാശത്ത് നിന്ന് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. സാത്താൻ ആകാശത്ത് നിന്ന് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. ഈ ചുറ്റുപാട് ഏതെങ്കിലും ദുരാത്മാക്കൾ വ്യാപരിക്കുന്നെങ്കിൽ അവർ ലജ്ജിച്ച് തല താഴ്ത്തുവാൻ ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, സാത്താൻ ആകാശത്ത് നിന്ന് മിന്നൽ പോലെ വീണു. ആ വീണവൻ മണ്ണിൽ ഇടയുന്നു. വിണ്ണിൽ നിന്ന് വീണവൻ മണ്ണിൽ ഇടയുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നീ നിൽക്കുന്നത് നടക്കുന്നത് മണ്ണിലാണെങ്കിലും നീ മണ്ണിൻ്റെ സന്തതിയല്ല, നീ വിണ്ണിൻ്റെ സന്തതിയാണ്. മനസ്സിലായ രാമേൻ പറഞ്ഞേ? ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചു കേൾക്ക്. കണ്ണു തുറന്ന് കേട്ടാട്ടെ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന എല്ലാവരും കണ്ണു തുറന്ന് കേട്ടാട്ടെ. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് സ്തോത്രം അതിലാ ലൂസിഫർ വീഴ്ത്തപ്പെട്ടു. എന്നാൽ മണ്ണിൻ്റെ സന്തതിയായി ജനിച്ചു വളർത്തപ്പെട്ട നീ കാലാകാലത്തിൽ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടത് നിമിത്തം നീ മണ്ണിലാണ് പാർക്കുന്നതെങ്കിലും നിന്നെ ദൈവം ഇരുത്തിയിരിക്കുന്നത് വിണ്ണിൻ്റെ സന്തതിയായിട്ടാണ്. എഫേസ്യ ലേഖനം 2:6 വേദപുസ്തകം പറയുന്നു, യു ആർ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ജീസസ് ഇൻ ദ ഹെവൻലീസ്. സ്വർഗ്ഗസ്ഥലങ്ങളിൽ ക്രിസ്തു യേശുവിനോട് കൂടെ സ്തോത്രം അതെ കർത്താവ് നിന്നെ ഇരുത്തിയിരിക്കുന്നു. ഉയരങ്ങളിൽ സ്വർഗ്ഗത്തിൽ കർത്താവ് നിന്നെ ഇരുത്തിയിരിക്കുന്നു. എഫേസ്യർ 2:7 മലയാളത്തിൽ സ്തോത്രം. സ്വർഗ്ഗസ്ഥലങ്ങളിൽ ദൈവം നിന്റെ ആത്മാവിനെ ഇരുത്തിയിരിക്കുന്നു. നിന്റെ ശരീരം ഇരിക്കുന്നത് ഈ സ്തോത്രം കസേരയിലാണെങ്കിലും നിന്റെ ആത്മാവ് ഇരിക്കുന്നത് സ്വർഗ്ഗസ്ഥലത്തിലാണ്. എൻ്റെ ആത്മാവിൻ്റെ സ്ഥാനം സ്വർഗസ്ഥലത്താണ്. സ്തോത്രം ഭൂമിയിൽ നിന്റെ പാദം സ്പർശിക്കുന്നു. പക്ഷേ സ്തോത്രം മണ്ണിൽ അരയ്ക്കുന്ന ആ ദുഷ്ടനെ തലോടാനല്ല, ചവിട്ടുവാൻ. ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ആത്മാവ് ഇരിക്കുന്നത് സ്വർഗസ്ഥലത്താണ്. അതുകൊണ്ട് മണ്ണിൽ നിനക്ക് ജയമുണ്ട്. സകല പോരാട്ടങ്ങൾ നിനക്ക് ജയമുണ്ട്. സകല പ്രലോഭനങ്ങൾ നിനക്ക് ജയമുണ്ട്. നോക്ക്, ഇത് ജയത്തിൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകം പറയുന്നതാണ് നീ വിശ്വസിക്കേണ്ടത്. അവൻ വീണു, യവൻ തകർന്നു, മറ്റവന് തിരിച്ചടിയുണ്ടായി, യവന് മുറിവേറ്റു. നോ, അതല്ല നിന്റെ ഡോക്ട്രിൻ. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നിനക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മണ്ണിൽ നിനക്ക് ജയമുണ്ട്. ഏത് പുസ്തകം പറയുന്നു? സങ്കീർത്തനം 8:5 വായിക്കുമ്പോൾ ഹെവൻലി ബീയിങ്സ്, ദൂതന്മാരെക്കാളും താഴ്ത്തി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. സങ്കീർത്തനം 8:5 വായിക്കുമ്പോൾ നീ അവനെ ദൈവത്തെക്കാൾ അല്ല, ഹെവൻലി ബീയിങ് എന്നാണ് സ്തോത്രം ട്രാൻസ്ലേഷൻ പറയുന്നത്. അല്ലെങ്കിൽ ഏഞ്ചൽസ് ട്രാൻസ്ലേഷൻ തെറ്റാണ്. സ്തോത്രം ദൂതന്മാരെക്കാളും താഴ്ത്തി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൂതന്മാരെക്കാളും താഴെയാണ് മനുഷ്യന്റെ സ്ഥാനമായിരുന്നത്. പക്ഷേ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ദൂതന്മാരെക്കാൾ മേലെ നിന്റെ സ്ഥാനമായി. ദൂതന്മാരെക്കാളെ താഴെ ആയിരുന്ന നീ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ദൈവം കുറഞ്ഞത് 2 ദൂതന്മാരെ പറഞ്ഞു, അവൻ്റെ കാര്യം നീ നോക്കിക്കൊള്ളണം. കാരണം നീ ആ ദൂതനേക്കാൾ താഴെയല്ല. യവനിപ്പോൾ ദൂതനേക്കാൾ താഴെയല്ല, യവൻ ദൂതനേക്കാൾ മേലെ ആയതുകൊണ്ട് സ്തോത്രം. എബ്രായർ 1:14 പറയുന്നു, കുറഞ്ഞത് 2 ദൂതന്മാർ നിനക്കുണ്ട്. അതുകൊണ്ട് ദുഷ്ടന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. 91 സങ്കീർത്തനം 13 പറയുന്നു, ഫേമസ് ആയിട്ടുള്ള വാക്യം 91 സങ്കീർത്തനം 13 സ്തോത്രം. അതെ, എന്താണ്? സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തിന്മേലും പെരുമ്പാമ്പിന്മേലെയും നീ മെതിച്ചുകളെ. ഒരിക്കൽ കൂടെ, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചുകളയും. സെയിം വേർഷൻ പുതിയ നിയമത്തിൽ പറയുന്നു. റോമർ ലേഖനം 16:20 വായിക്കുമ്പോൾ, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴാക്കി ചതച്ചു കളയാ. സഹോദരി സഹോദരന്മാരെ, പോരാട്ടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാൽ കീഴിൽ ആ അന്ധകാര ശക്തി ആമരിക്കുകയാണ്. ലൈഫിൻ്റെ ഓരോ സ്റ്റെപ്പും നീ മുന്നോട്ട് വയ്ക്കുമ്പോൾ നിന്റെ ചപ്പലിന് കീഴിൽ, നിന്റെ പാദത്തിന് കീഴിൽ അന്ധകാര ശക്തി തകരപ്പെടുകയാണ്. അവനെ ചവിട്ടി താഴ്ത്തി ജയമെടുത്താണ് നീ നടക്കുന്നത്. ഫാദർ ബെർക്ക്മെൻസ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്രകാരം പാടി, വെറ്റിക്കൊടി പിടിച്ചിടുவோம் சொல்லுங்க, வீர നടന്നിടുவோம். ആമേൻ. വെറ്റിക്കൊടി പിടിച്ചിടുவோம், വീര നടക്കും. സ്തോത്രം. നീ ഇരയായിട്ടല്ല നടക്കുന്നത്. നോ മോർ യു ആർ എ വിക്ടിം, ബട്ട് യു ആർ എ വിക്ടർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഒരു വീരനെ പോലെ നീ നടക്കുന്നു.
വാക്യമുണ്ടോ ബ്രദർ? ഉണ്ടല്ലോ. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തു യേശുവിൽ നമ്മെ ജയോത്സവമായി ദൈവം നടത്തുന്നു. ക്രിസ്തു യേശുവിൽ ദൈവം നമ്മെ എങ്ങനെ നടത്തുന്നു പറഞ്ഞാട്ടെ? ജയോത്സവമായി നടത്തുന്നു. നിനക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, നിനക്കൊരു വിഷയം ഈ ദിവസങ്ങളിൽ വന്നിരിക്കുന്നെങ്കിൽ, നിന്റെ വീട്ടിലാകട്ടെ, നിന്റെ തലമുറയിലാകട്ടെ, നീ ഒരിക്കലും തലമൂടി നടക്കത്തില്ല, തല കുനിഞ്ഞ് നടക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ദൈവകൃപയാൽ തല ഉയർത്തി നീ നടക്കുക, ജയോത്സവമായി നടക്കുക. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. ആ വാക്യം എഴുതുന്നതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അന്യദേശങ്ങളെ പരാജയപ്പെടുത്തി എങ്ങനെയാണോ റോമൻ ആർമി മടങ്ങി വരുന്നത്, ആ റോമൻ ആർമി വിദേശത്തുള്ള രാജാക്കന്മാരെ കൊന്ന് അല്ലെങ്കിൽ അവനെ അടിമയായി പിടിച്ച് വിദേശ സൈന്യത്തെ ഓടിച്ച് തകർത്ത് അവർ മടങ്ങി വരുമ്പോൾ റോമ പട്ടണത്തിൽ എങ്ങനെയാണോ റോമ പട്ടണത്തിലെ 10,000-കണക്കിന് ജനം ആ സൈന്യത്തെ ആവേശത്തോടെ സ്വീകരിക്കുന്നത്, അതാണ് അവരുടെ വിക്ടറി പരേഡ്. അതാണ് അവരുടെ വിക്ടറി പരേഡ്, അവരുടെ ജയത്തിൻ്റെ യാത്ര. ഇൻ ജീസസ് നെയിം. നോക്കിയേ, എൻ്റെ ഉണ്ടക്കണ്ണിലേക്ക് നോക്കിയേ. എല്ലാ ദിവസങ്ങളിലും ഈ പട്ടണത്തിൽ നിനക്കൊരു വിക്ടറി പരേഡുണ്ട്. എല്ലാ ദിവസങ്ങളും ക്രിസ്തു യേശുവിൽ ജയോത്സവമായി, ഓഫീസിൽ ജയോത്സവമായി, ബിസിനസ്സിൽ ജയോത്സവമായി, ശുശ്രൂഷകൾ ജയോത്സവമായി ദൈവം നിങ്ങളെ നടത്തുന്നു. ഈ മണ്ണിൽ നിനക്ക് ജയമുണ്ട്, ഈ മണ്ണിൽ നിനക്ക് ജയമുണ്ട്. കമോൺ ദൂത്, ഇതാണ് മണ്ണിൽ നിനക്ക് ജയമുണ്ട്. വിണ്ണിൽ നിന്ന് വീണതായ പാമ്പിന്റെ മേൽ ചവിട്ടി താഴ്ത്തി പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്നാൽ ചെയ്ത യേശു ക്രിസ്തുവിൻ ശക്തിയുള്ള നാമത്തിൽ ഈ മണ്ണിൽ നിങ്ങൾക്ക് ജയമുണ്ട്. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. പോരാ, ശക്തിയോടെ. ഞാൻ ആവർത്തിക്കുന്നു, വീണിൻ്റെ സന്തതിയായതുകൊണ്ട് ഈ മണ്ണിന്മേൽ നിങ്ങൾക്ക് ദൈവകൃപയാൽ ജയമുണ്ട്. നല്ല അതേ സമയത്ത് ഈ വീണ് പോയവന് പല പേരുകളുണ്ട്. അവൻ ഈ ലോകത്തിൻ്റെ പ്രഭുവാണ്. സത്താൻ ഈ ലോകത്തിൻ്റെ പ്രഭുവാണ്. സത്താൻ ഈ ലോകത്തിൻ്റെ ദൈവമാണ്. സകല ലോകവും സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. സത്താൻ ഈ ലോകത്തിൻ്റെ പ്രഭുവാണ്, ദൈവമാണ്. സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. പക്ഷേ അത് നിന്നെ ബാധിക്കത്തില്ല, അത് നിന്നെ ബാധിക്കത്തില്ല. നോവേ, ഈ പുസ്തകം അനുസരിച്ച് ജീവിക്കുന്നവന് നിന്നെ ബാധിക്കത്തില്ല. ചൊവ്വാഴ്ചയാകട്ടെ, വെള്ളിയാഴ്ചയാകട്ടെ, കറുത്ത വാവാകട്ടെ, വെളുത്ത വാവാകട്ടെ, അമാവാസിയാകട്ടെ, പൗർണമിയാകട്ടെ, അവരെത്ര കൂടോത്രം ചെയ്താലും ഈ പുസ്തകം മുറുകെ പിടിച്ചവൻ പറയും വേസ്റ്റ് ഓഫ് ടൈം. ഫലിക്കയില്ല. സ്തോത്രം. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. സത്താന് പല പരിപാടിയുണ്ട്. അവൻ പാപം ചെയ്യിപ്പിക്കുന്നവനാണ്, അവൻ ഊടാടി നടക്കുന്നവനാണ്. ഒരു സ്തോത്രം, അതേ ദേശങ്ങളെ അടക്കി ഭരിക്കുന്നവനാണ്. നാച്ചുറൽ കലാമിറ്റി, പ്രകൃതിക്ഷോഭങ്ങളെ ഉണ്ടാക്കുന്നവനാണ്. ബലഹീനതകളെ കൊണ്ടുവരുന്നവനാണ്. നിങ്ങളുടെ ജീവനെ അപഹരിപ്പാൻ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ കൊണ്ടുവരുവാൻ സാധ്യതയുള്ളവനാണ് സാത്താൻ. സ്തോത്രം. ഭോഷ്ക് പറയുന്നവനാണ് സാത്താൻ, കുറ്റം പറയുന്നവനാണ് സാത്താൻ. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്നു. അതിലൊന്നാണ് കർത്താവ് 6-ാമത്തെ പോയിന്റായി സ്തോത്രം പറഞ്ഞത്, ഹീസ് എ ടെംപ്റ്റർ, പരീക്ഷകനാണ് സാത്താൻ. മത്തായി സുവിശേഷം 4-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ സാത്താനെ കുറിച്ച് സ്തോത്രം മത്തായി പറയുന്നു, അവൻ പരീക്ഷകനാണ്. സ്തോത്രം 4:3. അപ്പോൾ പരീക്ഷകൻ അടുത്ത് ചെന്ന്, മത്തായി 4:3 ശബ്ദമുയർത്തി എല്ലാവരും വായിച്ചാട്ടെ. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന്. സ്തോത്രം. സാത്താൻ്റെ ഒരു പേരാണ്, അവൻ പരീക്ഷകനാണ്. സ്തോത്രം. പരീക്ഷകൻ. ഈ പരീക്ഷ എന്നത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മലയാള ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും ടെസ്റ്റ് ആൻഡ് ടെംപ്റ്റേഷൻസ്. ടെസ്റ്റ് ആൻഡ് ടെംപ്റ്റേഷൻ. ഇവിടെ പരീക്ഷകൻ എന്ന് പറയുന്നത് പ്രലോഭനം കൊണ്ടുവരുന്നവൻ. പരീക്ഷകൻ എന്ന് പറയുന്നവൻ പ്രലോഭനം കൊണ്ടുവരുന്നവൻ. സ്തോത്രം. പരീക്ഷകൻ എന്ന് പറഞ്ഞാൽ അവൻ പ്രലോഭനമാണ് കൊണ്ടുവരുന്നത്. കേൾക്ക്, ടെംപ്റ്റേഷൻസ് തിന്മയ്ക്കായി വരുന്നു, ടെസ്റ്റ് നന്മയ്ക്കായി വരുന്നു. എന്താ മിണ്ടാത്തെ? ഒരിക്കൽ കൂടെ. സ്തോത്രം. ടെംപ്റ്റേഷൻസ് തിന്മയ്ക്കായി വരുന്ന, സാത്താനിൽ നിന്ന് വരുന്ന ടെംപ്റ്റേഷൻസ്, സാത്താനിൽ നിന്ന് വരുന്ന പരീക്ഷകൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ തിന്മയ്ക്കായി വരുന്ന. എന്നാൽ ദൈവത്തിൽ നിന്ന് വരുന്ന പരീക്ഷ പ്രമോഷന് വേണ്ടി വരുന്ന. ഹല്ലേലൂയ. ടെസ്റ്റ്
എഴുതിയെടുക്കുക. ടെസ്റ്റ് നിനക്ക് പ്രൊമോഷൻ കൊണ്ടുവരുന്ന, ടെസ്റ്റ് നിനക്ക് പ്രൊമോഷൻ കൊണ്ടുവരുന്നു. പ്രലോഭനം, സ്തോത്രം, ടെംപ്റ്റേഷൻ നിനക്ക് ഡിസ്ട്രക്ഷൻ കൊണ്ടുവരുന്നു. ടെംപ്റ്റേഷൻ നിനക്ക് ഡിസ്ട്രക്ഷൻ കൊണ്ടുവരുമ്പോൾ, കാരണം അത് സാത്താനാണ് കൊണ്ടുവരുന്നത്. ടെംപ്റ്റേഷൻ ഡിസ്ട്രക്ഷൻ കൊണ്ടുവരുമ്പോൾ, സ്തോത്രം, ടെസ്റ്റ് നിനക്ക് പ്രൊമോഷൻ കൊണ്ടുവരുന്ന. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞ് അവൻ പ്രലോഭിപ്പിക്കുന്നവനാണ്, അല്ലെങ്കിൽ പരീക്ഷകനാണ്. പറഞ്ഞാട്, സാത്താൻ പരീക്ഷകനാണ്. ആരംഭം മുതൽ, ബൈബിളിൻ്റെ ആരംഭം മുതൽ നിങ്ങൾക്ക് കാണുവാൻ തൊക്കണം കഴിയും. സാത്താൻ, സ്തോത്രം, അതെ, പരീക്ഷകനാണ്. ആ സൺഡേ സ്കൂൾ സ്റ്റോറി വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ. ആ തോട്ടത്തിലേക്ക് പോയാട്ടെ. ദൈവം ആദിമ കുടുംബത്തെ സൃഷ്ടിച്ച് ആ തോട്ടത്തിൽ ആക്കി വെച്ചു. ദൈവം ആദാമിനെ ആ തോട്ടത്തിൽ ആക്കി വെച്ചത്, സ്തോത്രം, തൻ്റെ ദാസനായിട്ടല്ല, തൻ്റെ ബാല്യക്കാരനായിട്ടല്ല, തൻ്റെ അടിമയായിട്ടല്ല, തൻ്റെ മകനായിട്ടത്രേ. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. ആദാം ദൈവത്തിൻ്റെ ബാല്യക്കാരനല്ല, തൻ്റെ ദാസനല്ല, തൻ്റെ അടിമയല്ല, ഗുണ്ടയല്ല. ആദാം ദൈവത്തിൻ്റെ മകൻ. ലൂക്കോസ് 3 അവസാന വാക്യം പറയുന്നു, ശബ്ദം ഉയർത്തി പറഞ്ഞേ, ആദാം ദൈവത്തിൻ്റെ മകൻ. ഒരിക്കൽ കൂടെ, ആദാം ദൈവത്തിൻ്റെ മകൻ. എത്ര മക്കൾ വന്നിട്ടുണ്ട്, എത്ര ദൈവമക്കൾ വന്നിട്ടുണ്ട്. അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച്. സഹോദരി സഹോദരന്മാരെ, ദാസന്മാർക്ക് അതോറിറ്റി ഇല്ല, മക്കൾക്ക് മാത്രമേ അതോറിറ്റി ഉള്ളൂ. ദാസന്മാർക്ക് അധികാരമില്ല, മക്കൾക്ക് മാത്രമേ ആ അധികാരമുള്ളൂ. അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ. അടുത്ത പദം ശക്തിയോടെ പറ. കേട്ടില്ല, ഒരിക്കൽ കൂടെ. എന്തോ കൊടുത്തു? അധികാരം കൊടുത്തിരിക്കുന്നു. അധികാരം കൈകാര്യം ചെയ്യാൻ മക്കൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഒന്നാമത്തെ മകനാകുന്ന ആദാമിനോട് ദൈവം പറഞ്ഞു, ഒന്നും നിന്നെ ഭരിക്കല്ലേ, ഒന്നും നിന്നെ ഭരിക്കല്ലേ, ഒന്നും നിന്നെ ഭരിക്കല്ലേ, എല്ലാറ്റിൻ മീതെ ഹല്ലേലൂയ. ട്രിവാൻഡ്രം മലയാളത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒന്നും നിന്റെ മേൽ കുതിര കയറാൻ നിന്നെ ദൈവം അനുവദിക്കത്തില്ല. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ. നിന്റെ മനസ്സിനെ, നിന്റെ ശരീരത്തെ, നിന്റെ സമ്പത്തിനെ ഭരിക്കുന്ന സകലതും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അടുത്ത ഞായറാഴ്ചയല്ല, ഇന്ന് പകൽ ഇറങ്ങിപ്പോ. ഹല്ലേലൂയ. അവന് ഒരു ദൗത്യം ഉണ്ടായിരുന്നു. സഹോദരന്മാരെല്ലാവരും പറഞ്ഞാട്ടെ, ദൗത്യം. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ അങ്ങോട്ട് ചെന്നിരുന്നേ. സ്തോത്രം. സഹോദരന്മാർ മാത്രം ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദൗത്യം. എന്തൊരു പേര് ശബ്ദം. ഒരിക്കൽ കൂടെ, റെഡി, 1 2 3. ഒരിക്കൽ കൂടെ, റെഡി, 1 2 3. ഒരിക്കൽ കൂടെ, റെഡി, 1 2 3. അപ്പൊ സഹോദരിമാർ പറഞ്ഞാട്ടെ, തക്ക തുണ. ഒരിക്കൽ കൂടെ, റെഡി, 1 2 3. ഒരിക്കൽ കൂടെ പറഞ്ഞേ, റെഡി, 1 2 3. ഒരു ദൗത്യമുള്ളവന് ഒരു തക്ക തുണയെ ദൈവം നൽകി. ഒരു ദൗത്യമുള്ളവന് ദൈവം ഒരു തക്ക തുണയെ നൽകി. ദൈവമായ കർത്താവ്, ഒന്നും നിന്റെ മേൽ ഭരിക്കല്ല്, ഈ ലോകത്തിലുള്ള സകലതന്നെ നീ ഭരിക്കണമെന്ന് പറഞ്ഞ് ദൈവിക ദൗത്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ആ കുടുംബത്തെ ദൈവം ആ തോട്ടത്തിൽ നട്ടു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചിലതിനെ ദൈവം ഈ പട്ടണത്തിൽ നട്ടു. ശുശ്രൂഷക്കായി നടപ്പെട്ട കുടുംബങ്ങളെ നോക്കി ഇന്ന് പകൽക്കാലം ഞാൻ പ്രവചിക്കട്ടെ, ദൈവം നട്ടതിനെ പൊളിക്കുവാൻ ആർക്കും കഴിയത്തില്ല. When God planted you, nobody can pluck you. ദൈവം, സ്തോത്രം, ആ കുടുംബത്തെ അതേ നാട്ടു. എന്നാൽ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതെ, അവനെ നേരിട്ട് പോയി അവനെ പ്ലക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പരീക്ഷകൻ തന്ത്രങ്ങൾ മെനഞ്ഞു. ഇന്നും അവൻ്റെ പരിപാടി അതാണ്. അവൻ നേരിട്ട് വരത്തില്ല, അവൻ തന്ത്രത്തൂടെ വരത്തുള്ളൂ. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവത്തിന് നേരെ വാ, നേരെ പോ. ദൈവത്തിന് നേരെ വാ, ദൈവം നേരെ പോ. എന്നാൽ സാത്താൻ അങ്ങനെയല്ല. അവൻ തന്ത്രം വെച്ച് കളിക്കുന്നവനാണ്. എന്നാൽ തന്ത്രമെടുക്കുന്നവൻ തകർന്നു പോകും. എന്നാൽ വെളിപ്പാടുള്ളവൻ പണിയപ്പെട്ട് മുന്നേറും. തന്ത്രമുള്ളവൻ തകർന്നു പോകും, വെളിപ്പാടുള്ളവൻ. കമോൺ, വെളിപ്പാടുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? വെളിപ്പാട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആരെങ്കിലും ഉണ്ടോ? വെളിപ്പാടുള്ളവനെ തകർക്കാൻ ഒരു തിരമാലയ്ക്കും കൊടുങ്കാറ്റിനും കഴിയത്തില്ല. വെളിപ്പാടുള്ളവൻ പണിയപ്പെട്.
ദൈവമായ കർത്താവ് അവനെ ആക്കി വെച്ചു. ആദാമിൻ്റെ ഒരു ദൗത്യമുണ്ടായിരുന്നു. ആദാമേ, നീ കയറി വന്ന് ദൈവം നിനക്ക് നൽകിയ ഗോവേണിയിലൂടെ കയറി വന്ന് ആ ദൈവിക ദൗത്യത്തെ സ്തോത്രം നീ പൂർത്തിയാക്കണം. ഹല്ലേലൂയ. എന്നാൽ ആദാമാകുന്ന പുരുഷൻ ആ ഗോവണിയിലൂടെ കയറുമ്പോൾ ഒരു ജ്ഞാനിയായ ദൈവദാസൻ പറഞ്ഞു, ആ ഏണി തെന്നി മാറാതെ വണ്ണം ആ ഏണിയുടെ ചുവട് പിടിക്കുന്നവളാണ് ദൈവം അവന് നൽകിയതായ തക്ക തുണ. കമോൺ, ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ഞാൻ വെറുതെ വിചാരിച്ചു. ദൗത്യമുള്ളവൻ ഗോവേണിയിലൂടെ കയറുന്ന ഇന്ന് പകൽക്കാലം നിനക്കൊരു ആൺകുട്ടിയെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവന് മേൽ ഒരു ദൈവിക ദൗത്യമുണ്ട്. ഓ ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാ DL മുടിമാരും ബലിഗ്രഹന്മാരും എൻ്റെ മുഖത്ത് നോക്കിയേ. എല്ലാ ആൺകുട്ടികളുടെ മേലും ദൈവത്തിൻ്റെ ഒരു ദൗത്യമുണ്ട്. എല്ലാ ആൺകുട്ടികളുടെ മേലും ദൈവത്തിൻ്റെ ഒരു ദൗത്യമുണ്ട്. കേട്ടവർ ആമേൻ പറ. സ്തോത്രം. ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ അവൻ ആ ഗോവണിയിൽ കയറുമ്പോൾ ആ ഏണി തെന്നിപ്പോകാതവന് അവളെ അതിൻ്റെ ചുവട് പിടിക്കുന്നവളാണ്. സ്തോത്രം. തക്ക തുണ. അർത്ഥം, ഞാൻ സഹോദരിമാരെ കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, ഹേ ഗേൾസ്, ലുക്ക് അറ്റ് മീ, മൈ ബ്യൂട്ടിഫുൾ ഗേൾസ്. നീ ആരെന്നറിയോ? നിന്റെ കയ്യിലൊരു യാക്കോബിൻ്റെ ഗോവേണിയുണ്ട്. മുട്ടിന്മേൽ ഇരിക്കണം മക്കളെ, എന്നാലേ ഇത് കിട്ടത്തുള്ളൂ. ഇത് ഗൂഗിളിൽ കാണത്തില്ല. വെളിപ്പാടിൻ്റെ കലവറകൾ നിനക്കായി ദൈവം ഇന്ന് പകലും തുറക്കട്ടെ. സ്തോത്രം. ദൗത്യമുള്ളവൻ ഗോവേണിയിൽ കയറുമ്പോൾ ആ ഏണി സ്തോത്രം പൊളിഞ്ഞു പോകാതെ, ആ ഏണി പാളിപ്പോകാതെ ആ ഗോവേണി പിടിക്കുന്നവളാണ് തക്ക തുണയാകുന്നതായ ഹൗവ. ഇന്ന് പകൽക്കാലം എല്ലാ പെൺകുട്ടികളും മനസ്സിലാക്ക്. ആ കുടുംബത്തിന് നീ വിവാഹം ചെയ്യുവാൻ പോകുന്നതായ ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവരെ നോക്കി ഞാൻ പറയട്ടെ, നിന്റെ ഭർത്താവിന് അവൻ്റെ ദൗത്യം, അവന് ദൈവം കൊടുത്തിരിക്കുന്ന ദൈവിക ദൗത്യത്തിൽ അവനെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ ഒരു ഗോവേണിയായി ദൈവം നിന്നെ കണ്ടിരിക്കുന്ന യാക്കോബിൻ്റെ ഗോവേണി. കേട്ടവർ ആമേൻ പറഞ്ഞാട്. യാക്കോബിൻ്റെ ഗോവേണി. പക്ഷേ ആ സൺഡേ സ്കൂൾ സ്റ്റോറികൾ നിങ്ങൾക്കറിയാം, ഏണി പിടിക്കേണ്ടവർ അവളൊരു ഏണിയായി. ഏണി പിടിക്കേണ്ടവൾ അവളൊരു ഏണിയായി. വാസ്തവമായി ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു. രണ്ടെന്നോട് പറഞ്ഞു മിക്കവാറും ആപ്പിളായിരിക്കും കഴിച്ചത്. അങ്ങനെയെങ്കിൽ 3 ആപ്പിളിനെ കുറിച്ച് പെട്ടെന്ന് പറയാം. ഒന്ന് ഹവയുടെ ആപ്പിൾ, രണ്ടാമത് ആരുടെ ആപ്പിൾ? ന്യൂട്ടൻ്റെ ആപ്പിൾ, സർ ഐസക് ന്യൂട്ടൻ്റെ ആപ്പിൾ. മൂന്നാമത് ആരുടെ ആപ്പിൾ? സ്റ്റീവ് ജോബിൻ്റെ ആപ്പിൾ. സ്തോത്രം. അതെ, ഒന്ന് ഹവയുടെ ആപ്പിൾ, 2 സ്തോത്രം ആരുടെ? ഐസക് ന്യൂട്ടൻ്റെ ആപ്പിൾ. മൂന്നാമത് ഐഫോൺ അല്ലെങ്കിൽ ഐപാഡ് തുടങ്ങിയതായ അതെ സ്റ്റീവ് ജോബിൻ്റെ ആപ്പിൾ. സ്തോത്രം. എന്നൊക്കെ ദൗത്യമുള്ളതായ ആദാമിന് ആ ഗോവേണിയിലൂടെ പോയി ദൈവിക ദൗത്യം അവൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സമയത്ത് സ്തോത്രം ഹെൽപ്മേറ്റായി ആ ഏണിയുടെ ചുവട് പിടിക്കേണ്ടവൾ അവൾ. സ്തോത്രം. അവളുടെ അറ്റൻഷൻ പോയി. ഒരിക്കലും തിന്നാൻ പാടില്ലാത്തത് തിന്നു. സ്തോത്രം. അങ്ങനെ പ്രലോഭനത്തിൽ വീണു. ആദ്യത്തെ കുടുംബം കുളമായി. ആദ്യത്തെ കുടുംബം തകർന്നു. എന്നാൽ ദൈവം പറഞ്ഞു, ഓഹോ, ആദ്യത്തെ കുടുംബത്തെ നീ കുളം കോരിയോ? അങ്ങനെയെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എൻ്റെ പുത്രൻ ഈ ലോകത്തിൽ കടന്നു വരുമ്പോൾ അവൻ ആദ്യം ചെയ്യുന്ന ഒരു അത്ഭുതമുണ്ട്. എൻ്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ ആദ്യം ചെയ്ത അത്ഭുതം കുരുടൻ്റെ കണ്ണ് തുറക്കുകയല്ല, ചെകിടൻ്റെ ചെവി കേൾപ്പിക്കുകയല്ല, ലാസന പുറത്തെടുക്കുകയല്ല, കടലിന് മുകളിൽ നടക്കുകയല്ല, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുകയല്ല. യോഹന്നാൻ 2 വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യേശു ചെയ്ത 1ാമത്തെ അത്ഭുതം പൊളിയാൻ പോയ ഒരു കുടുംബത്തെ വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തു. കർത്താവ് 1ാമത്തെ അത്ഭുതം ചെയ്തു എങ്കിൽ In Jesus' name, ഈ ദൂതിന്റെ മുൻപിൽ ഇരിക്കുന്ന നിന്നെ നോക്കി കർത്താവ് പറയുന്നു, നിന്റെ ഓഫീസിലും നിന്റെ ചന്തയിലുമല്ല, നിന്റെ വീട്ടിൽ ഒരു അത്ഭുതം കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്യുവാൻ പോകുന്നു. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ ശക്തിയോടെ. നിന്റെ വീട്ടിൽ ഒരത്ഭുതമുണ്ട്. എൻ്റെ നോട്ടിലില്ലാത്തത് ഞാൻ വിളിച്ചു പറയട്ടെ. ഒരു ബെഥസ്ദ അന്തരീക്ഷം നിന്റെ വീട്ടിൽ കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ബെഥസ്ദ, come on, മനസ്സിലായില്ല? ബെഥസ്ദ
ദൂതൻ ഇറങ്ങുന്നു, വെള്ളം കലങ്ങുന്നു. ആ വെള്ളത്തിൽ ഇറങ്ങുന്നവൻ വിടുതൽ പ്രാപിക്കുന്നു. ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് കരങ്ങളെ അടിച്ചു നീ ആരാധിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ഒരു അത്ഭുതമുണ്ട്, നിന്റെ വീട്ടിൽ ഒരു വിടുതലുണ്ട്. നിന്റെ വീടിന്റെ ശാപങ്ങളും ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. വലതുവശത്തിരിക്കുന്നവർ നോക്കി പറ, ഒന്നാമത്തെ അത്ഭുതം വീട്ടിലാണ്. പറഞ്ഞാട്ടെ, ഒന്നാമത്തെ അത്ഭുതം വീട്ടിലാണ്. ഹല്ലേലൂയ. ഇടതുവശത്തിരിക്കുന്നവർ തൊട്ട് പറ, അതെന്റെ വീടാണ്. പറഞ്ഞാട്ടെ, അതെന്റെ വീടാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ വീട്ടിൽ ഒരു അത്ഭുതമുണ്ട്. 21-ാം തീയതി യേശുവിന്റെ നാമത്തിൽ നിന്റെ വീട് നെടുവീർപ്പിന്റെ വീടല്ല, നിശബ്ദ കണ്ണുനീരിന്റെ വീടല്ല, കാത്തിരിപ്പിന്റെ വീടല്ല. In Jesus' name let the water turn into wine. ഓ റാഖോബോ ഷാഥലനിയാസ്യ. മകളെ വാ തുറക്കണോറ. CSI അല്ല, നോ 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 നോ, കാത്തലിക് അല്ല. ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തോടെ കെട്ടുകൾ പൊട്ടട്ടെ. കരങ്ങൾ അടിക്ക്. അതുകൊണ്ട് ആദാമേ, അതുകൊണ്ട് സഹോദരന്മാരെ, ഹേ ബോയ്സ് ലിസൺ ടു മീ, ഒരു ദൗത്യം നിന്റെ മേലുണ്ട്. സഹോദരന്മാരുടെ കരങ്ങളൊന്ന് ഉയരട്ടെ, കുട്ടികളുടെ ബോയ്സിന്റെ കരങ്ങളൊന്ന് ഉയരട്ടെ. ഈ ഉയർന്നിരിക്കുന്ന കരങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവിക ദൗത്യമുണ്ട്. അത് തട്ടിപ്പറിപ്പാൻ ഒരു ഭൂതത്തിന് കഴിയത്തില്ല, അത് തകർക്കുവാൻ ഒരു മന്ത്രത്തിന് കഴിയത്തില്ല, അത് മോഷ്ടിപ്പാൻ ഒരു പിശാചിന് കഴിയത്തില്ല, അത് ആർക്കും കാർബൺ കോപ്പിയായി അത് ഏറ്റെടുപ്പാൻ കഴിയത്തില്ല. നീ ചെയ്യേണ്ടത് നീ തന്നെ ചെയ്യും. ദൈവം നിന്നിലൂടെ ചെയ്യും. ദൈവം ചെയ്യുമ്പോൾ അത് തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. In Jesus' name. പകുതി വഴിയിൽ തടയപ്പെട്ട ശുശ്രൂഷകൾ യേശുവിന്റെ നാമത്തിൽ മുന്നേറട്ടെ. പകുതി വഴിയിൽ മുടങ്ങി കിടക്കുന്ന ബിസിനസ്സുകൾ യേശുവിന്റെ നാമത്തിൽ കുരുക്കുകൾ അഴിഞ്ഞ് എവിടെ നിർത്തിയോ അവിടെ നിന്ന് ദൈവകൃപയാൽ ആരംഭിക്കട്ടെ. Come on, hallelujah. സഹോദരന്മാർ വലത് കരങ്ങളെ ഉയർത്തിയാട്. സഹോദരന്മാർ വലത് കരങ്ങളെ ഉയർത്തിയാട്. നീ പിടിച്ചിരിക്കുന്ന ഒരു ഗോവേണിയുണ്ട്, അച്ഛൻ കാണാൻ കഴിയാത്ത ഗോവേണി, അച്ഛൻ കാണാൻ കഴിയാത്ത ഗോവേണി. നിന്റെ വീട്ടുകാർക്ക് അതിന്റെ ഭാവി കാണാൻ കഴിഞ്ഞിട്ടില്ല, നിന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് അതിന്റെ ഭാവി കാണാൻ കഴിഞ്ഞിട്ടില്ല. അയ്യോ, ആർക്കും വേണ്ടേ? അതിന്റെ ഭാവി എന്തെന്ന് നീ കണ്ടിട്ടില്ല, നിന്റെ വീട്ടുകാർ കണ്ടിട്ടില്ല, നിന്റെ ഭർത്താവിന്റെ വീട്ടുകാർ കണ്ടിട്ടില്ല. ഹേ, 2025 ലേയെ, 2025 റാഹേലേ, 2025 സാറേ, 2025 മറിയേ, 2025 ഹന്നേ, ഒരു കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നിന്റെ തലമുറയെ പണിവാൻ, നിന്റെ വീട്ടിൽ മഹത്വത്തെ ഇറക്കി നിർത്തുവാൻ. റാം ശ്യാം ധുലിനിയം സേനിയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അസൂയല്ലാത്ത സഹോദരന്മാർ കരങ്ങൾ അടിച്ച് ആരാധിക്കും. കാരണം ടീം മിനിസ്ട്രി ശൂന്യതകളെ മുഴുവൻ കർത്താവ് പഠിക്കുന്നു. ശൂന്യതകളെ മുഴുവൻ കർത്താവ് നിറയ്ക്കുന്ന തളർന്നത് മുഴുവൻ ബലപ്പെടട്ടെ, തളർന്നത് മുഴുവൻ ബലപ്പെടട്ടെ, പൊളിഞ്ഞത് മുഴുവൻ പണിയപ്പെടട്ടെ, ശൂന്യമായി കിടന്നതെല്ലാം നിറവ് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിലുള്ള ആന്തരികക്കെതിരെയുള്ള പോരുകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഓ കമാൻ, ആരോടാ ഞാൻ പറഞ്ഞത്? ഓ വീട്ടിലുള്ള പുരുഷ വർഗത്തിനെതിരെ, പുരുഷ വർഗത്തിനെ ഒതുക്കുന്ന സകല ഇസബേലിയ മണ്ഡലങ്ങളെ yes come out in the name of Jesus. yes oh robokosa mahastala mahaseli mboli amdarargasi marahasi yes വിടുതൽ 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 വിടുതൽ. ദൂതൻ നിന്റെ വീട്ടിൽ ഇറങ്ങുന്നു.
തലയുണ്ടാകല്ലെന്ന് പറഞ്ഞ് തലയെ ഉരുട്ടിക്കളയുന്ന കുടുംബത്തിൻ്റെ പുരോഹിതൻ്റെ, കുടുംബത്തിൻ്റെ പ്രവാചകൻ്റെ, കുടുംബത്തിൻ്റെ രാജാവാകുന്ന, നിങ്ങൾ കേട്ടില്ല, കുടുംബത്തിൻ്റെ പുരോഹിതൻ്റെ, കുടുംബത്തിൻ്റെ പ്രവാചകൻ്റെ, കുടുംബത്തിൻ്റെ രാജാവിൻ്റെ തലയില്ലാത്ത ബോഡിയാക്കി തീർത്ത് വൈകല്യമിടുന്ന സകല കെട്ടുകൾ സകല കുടുംബ മണ്ഡലങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. യെസ്, അയാൾ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാം, അവൾ ഇല്ലെങ്കിലും ജീവിക്കാം. നോ, പന്നപിശാച്, സാത്താൻ കള്ളനാണ്. ഞാൻ പറഞ്ഞ സാത്താൻ കള്ളനാണ്. വാ തുറന്നു സ്തോത്രം പറഞ്ഞ സാത്താൻ കള്ളനാണ്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഇത് ടീം മിനിസ്ട്രിയാണ്. പറഞ്ഞാട്ടെ, ഇത് ടീം മിനിസ്ട്രിയാണ്, ഇത് ടീം മിനിസ്ട്രിയാണ്. പിശാച് കള്ളനാണ്, കള്ളനാണ്, സാത്താൻ കള്ളനാണ്. ഇന്ന് പകൽക്കാലം ആത്മമണ്ഡലത്തിൽ ഫെറോഷ്യസായി ശാസിക്കേണ്ടതിന് ചിലത് ശാസിക്കണം, ഭത്സിക്കേണ്ടതിന് ചിലത് ഭത്സിക്കണം, മാറി നിൽക്കാൻ പറയേണ്ടതിന് മാറി നിൽക്കണം, പകരം പറയണം. പിശാചേ, നീ മോഷ്ടിച്ച സകലതും 7 മടങ്ങായി ഈ ജീവിതങ്ങളിൽ നിറയട്ടെ. കുടുംബങ്ങളിൽ സാത്താൻ മോഷ്ടിച്ചത്, കുടുംബ ജീവിതങ്ങളിൽ സാത്താൻ മോഷ്ടിച്ചത്, come out in the name of Jesus. 7 മടങ്ങായി മടങ്ങി വരട്ടെ. Oh yes, yes, yes. നിനക്കൊരു മിഷൻ ഉണ്ട്, നിനക്കൊരു മിഷൻ ഉണ്ട്. നിന്റെ മിഷൻ ഇംപോസിബിൾ അല്ല. അത് മറ്റേ ടോം ക്രൂസിന്റെ പടമാണ്. അത് ഇംപോസിബിളാ. എന്നാൽ മനുഷ്യനാൽ അസാധ്യം, എന്റെ ദൈവത്താൽ സാധ്യം. മനുഷ്യനാൽ അസാധ്യം, എന്റെ ദൈവത്താൽ സാധ്യം. കവറിങ് under the blood. എല്ലാ അന്യമാരും ഒന്ന് ജ്വലിച്ചാരാധിച്ചേ. മണ്ണിൽ ചെയ്യാൻ നിനക്കൊരു ദൗത്യം ഉണ്ടെങ്കിൽ, മണ്ണിൽ ഇഴയുന്നവൻ നിന്റെ അടുക്കൽ പ്രലോഭനവുമായി കടന്നു വരും. പോയി മണ്ണിൽ ചെയ്യുവാൻ നിനക്കൊരു ദൗത്യം വിണ്ണിൽ നിന്ന് വന്നിരിക്കുന്നെങ്കിൽ, വിണ്ണിന്റെ ദൗത്യം മണ്ണിൽ ചെയ്യുവാൻ ദൈവം നിന്നെ നിയോഗിച്ചാക്കുമ്പോൾ, ആരുടെ മേലും ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇന്ന് പകൽ വെളിപ്പെടുന്നത് ഞാൻ കാണുന്നു. ഇതുവരെ പട്ടണത്തിൽ ആരും ചെയ്യാത്ത ഒരു ദൈവിക ദൗത്യത്തിന്റെ കൈമാറ്റം. പട്ടണത്തിൽ ആരും ചെയ്യാത്ത ദൈവിക ദൗത്യത്തിന്റെ കൈമാറ്റം ആത്മമണ്ഡലത്തിൽ ജനം പ്രാപിക്കട്ടെ. ദൗത്യവുമായി വിണ്ണിന്റെ ദൗത്യവുമായി, നിന്റെ സെൻട്രൽ പാസ്റ്ററിന്റെ അല്ല, ഓട്ടിട്ട ഡീക്കന്റെ അല്ല, ഏതോ ബോർഡ് മെമ്പറിന്റെ അല്ല, ഏതോ സ്തോത്രം അതേ ചേർച്ചിന്റെ അല്ല, ഏതോ മനുഷ്യന്റെ അല്ല, ഏതോ ലോബിയുടെ അല്ല. പറ, വിണ്ണിന്റെ ദൗത്യം, മീനിങ് ദൈവത്തിന്റെ ദൗത്യം. ഒരു കാര്യം കൂടെ കയറ്റി പറയട്ടെ, ആ ദൗത്യത്തിന്റെ ഫുൾനെസ് കാണാതെ നിന്റെ ശവപ്പെട്ടി പോങ്ങത്തില്ല.
കാരണം ആൽഫ എന്ന് പറഞ്ഞ നിന്റെ ലൈഫിൽ എന്തെങ്കിലും ദൈവം ആരംഭിച്ചു എങ്കിൽ ഒമേഗ എന്ന് പറഞ്ഞ് തികക്കാൻ അവൻ ശക്തൻ തന്നെയാണ്. വഴിമാറട്ടെ, വഴിമാറട്ടെ. മാരക രോഗങ്ങൾക്ക് വഴിമാറാം, ആക്സിഡന്റുകൾക്ക് വഴിമാറാം, പ്രിമച്വർ ഡെത്തിന് വഴിമാറാം. യെസ് 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 പ്രിമച്വർ ഡെത്തിന് വഴിമാറാം, ആക്സിഡന്റ് വഴിമാറാം, പോരുകൾക്ക് വഴിമാറാം. അദൗത്യവുമായി നീ ജീവിക്കുമ്പോൾ എല്ലാ സഹോദരന്മാരും ശ്രദ്ധിക്കണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിന്റെ മേലൊരു ദൗത്യമുണ്ട്. നിന്റെ അപ്പൻ ചെയ്യാത്ത, നിന്റെ അമ്മ ചെയ്യാത്ത, നിന്റെ വീട്ടിലാർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത, നിന്റെ ക്ലാസ് റൂമിലുള്ള ആർക്കും ഇല്ലാത്ത, നീ വളർന്നു വന്ന സ്കൂളിൽ, കോളേജിൽ, ആ യൂണിവേഴ്സിറ്റിയിൽ വേറെ ആരും കണ്ടിട്ടില്ലാത്ത, ഒരു കണ്ണ് കാണാത്ത, ഒരു ചെവി കേൾക്കാത്ത, ആരും പ്രവചിക്കാത്ത, ഇതുവരെ നീ പോലും സ്തോത്രം ചിന്തിക്കാത്ത ഭയങ്കര പദ്ധതികളുമായിട്ടാണ് നീ ജീവിക്കുന്നത്. ഭയങ്കര പദ്ധതിയുമായിട്ടാണ് നീ ജീവിക്കുന്നത്. ചരിത്രം മെനയുന്ന വലിയ ദൈവിക പദ്ധതിയുമായിട്ടാണ് നീ ജീവിക്കുന്നത്. നിനക്ക് വലിയൊരു നിയോഗമുണ്ട്. പതിനായിരങ്ങളെ പോരാ, ലക്ഷങ്ങളെ സ്വാധീനിക്കുന്ന ഒരു പദ്ധതിയുമായി നീ ജീവിക്കുമ്പോൾ പദ്ധതിയുള്ളവനാണ് പ്രലോഭനമുള്ളത്. എനിക്കൊരു പ്രലോഭനമില്ല എന്നാരേലും പറയുന്നെങ്കിൽ എടോ പദ്ധതി ഇല്ലാത്തതുകൊണ്ടാ. പദ്ധതി ഉണ്ടെങ്കിൽ ചേട്ടന്മാർ അടങ്ങിയിരിക്കത്തില്ല, ചേച്ചിമാർ നിന്നെ വെറുതെ വിടത്തില്ല. സ്തോത്രം. ചേട്ടന്മാരും ചേച്ചിമാരും പിന്നാലെ വരുന്നെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, നിന്റെ പദ്ധതിയെ തകർക്കാനാണ് സാത്താൻ തൻ്റെ ഏജന്റുമാരെ അയച്ചിരിക്കുന്നത്. എന്നാൽ സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളെക്കാൾ കീഴാക്കി ചതച്ചു കളയും. അടുത്തിരിക്കുന്നവരെ വിളിച്ചുണർത്തി പറ, എൻ്റെ മേലൊരു പദ്ധതിയുണ്ട്. പെട്ടെന്ന് പറ. പരീക്ഷകൻ പദ്ധതിയുമായി കടന്നു വന്ന് ചിലക്ക് സ്ഥിരം പ്രസംഗമുള്ളൊന്ന് കേൾക്കുന്നു. അല്ല, ഏറ്റവും വലിയ പാപിയായിരിക്കാം നിങ്ങൾ കണ്ടിട്ടിരിക്കുന്നത്, ആയിരിക്കാം, ഐ ഡോണ്ട് നോ. സ്തോത്രം. അതെ, അവനെവിടെ പോയാലും ഒരു പ്രസംഗമേ ഉള്ളൂ. ഇതുപോലെ യവന്, ഈ പരീക്ഷകന് ഒരു തന്ത്രമേ ഉള്ളൂ. ഉൽപ്പത്തി 3-ലുള്ള അതേ തന്ത്രമാണ് മത്തായി 4-ലും കാണുന്നത്. സ്തോത്രം. കാണുവാൻ ഭംഗിയുള്ളത്, കാണുവാൻ ഭംഗിയുള്ളത്, തിന്മാൻ രുചിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളത്. കാണുവാൻ ഭംഗിയുള്ളത്, തിന്മാൻ രുചിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളത്. പുസ്തകം വായിച്ചാലല്ലേ ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. കമൺ, ബൈബിൾ വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ആമേൻ കേൾക്കട്ടെ. കാണുവാൻ ഭംഗിയുള്ളത്. വാസ്തവമായി ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നല്ലെന്ന് കൽപ്പിച്ചു. നീ ദൈവപുത്രനെങ്കിൽ തിന്ന്. സെയിം പ്രലോഭനം. കാണുവാൻ ഭംഗിയുള്ളത്, ഈ ലോകവും ഇതിന്റെ മുഴുവൻ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കള്ളം, പച്ചക്കള്ളം. ഈ ലോകം സൃഷ്ടിച്ച് ചെകുത്താനെ നിന്റെ കയ്യിലല്ല ദൈവം തന്നത്. ഈ ലോകത്തിന്റെ ഭാഗത്തോ സൃഷ്ടിച്ച് ആദാമിന്റെ കയ്യിലാ കൊടുത്തേ. നീ തട്ടിയെടുത്തതാ. മറ്റുള്ളവന്റെ സഭയിലുള്ള വിശ്വാസികളെ തട്ടിയെടുത്ത റവറന്റന്മാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, തട്ടിയെടുത്തതൊന്നും നിലനിൽക്കത്തില്ല. തട്ടിയെടുത്തത് മുഴുവൻ താൽക്കാലികമാണ്, പക്ഷെ തമ്പുരാൻ തരുന്നത് നിരന്തരമാണ്. ദൈവം നിനക്കൊരു അഭിഷേകം തന്നെങ്കിൽ, ദൈവം നിനക്കൊരു ശുശ്രൂഷ തന്നെങ്കിൽ, ദൈവം നിനക്കൊരു നിയോഗമുണ്ടെങ്കിൽ ഒരു ലോബികൾക്കും അതിനെ തട്ടിത്തെറിപ്പിക്കാൻ കഴിയത്തില്ല. അത് പെർമനന്റ് ആയിരിക്കും. ഈ ലോകവും അതിൻ്റെ മഹത്വം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. നീ ദൈവത്തെ പോലെയാകും. ഈ ആപ്പിൾ പറിച്ച അല്ലെങ്കിൽ ഈ പഴം പറിച്ച നീ തിന്നാൽ അവനെ പോലെയല്ല. അവരെല്ലാം ഓവർടേക്ക് ചെയ്ത്
അവരെയൊക്കെ സ്തോത്രം അത് ചെറുതാക്കി, നിനക്ക് ഈ പട്ടണത്തിൽ വിലസാം, നിനക്ക് ചത്താം. വളരെ കൃപയോടെ കേൾക്ക്. സ്തോത്രം. നിന്റെ ഗ്ലാമറിനല്ല, അവൻ്റെ ഗ്ലോറിക്ക് വേണ്ടിയാണ് നീ ജീവിക്കേണ്ടത്. അഭിഷേകം ശുശ്രൂഷ എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചയും സീനിയർ പാസ്റ്റർ ചർച്ചിന്റെ മുൻപിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാൻ വരുന്നതല്ല. നിർത്തണോ? സ്തോത്രം. സൂപ്പർ സ്റ്റാർ സമയമാണോ? എത്രത്തോളം നീ താഴ്മയോടെ ആയിരിക്കുന്നു, അത്രത്തോളം ദൈവം നിന്നെ ഉപയോഗിക്കുന്നു. ദൈവരാജ്യത്തിൽ നീ ഒരു ബുർജ് ഖലീഫ ആകല്ലേ. മനസ്സിലായില്ലെന്നറിയാം. ദൈവരാജ്യത്തിൽ നീ ഒരു ബാബേൽ ടവർ അല്ല, നീ ഒരു ബേണിംഗ് കാൻഡിൽ ആകട്ടെ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ, ഒരിക്കൽ കൂടെ, ഒരു കൈത്തിരി പോൽ എരിഞ്ഞൊരിക്കൽ എത്രത്തോളം ഉരുകുന്നു അത്രത്തോളം ഉയരം കുറയുന്നു. എത്രത്തോളം ഉരുകുന്നു അത്രത്തോളം മറ്റുള്ളവർക്ക് പ്രകാശമാകുന്നു. അതിൽ നീ ഉയരുകയല്ല, നീ ഉരുകുകയാണ്. നിന്റെ ഉയരം കുറയുകയാണ്. കമാൺ. ആരും ഇഷ്ടപ്പെട്ടില്ല, അത് ഇഷ്ടപ്പെട്ടില്ല. എത്രത്തോളം ഉരുകുന്നു അത്രത്തോളം ഉയരം കുറയും, പക്ഷെ പ്രകാശം കൊടുക്കും. അത് ജനത്തിന് വിടുതലാകും. അതിന്റെ പേരാണ് പുതിയ നിയമ ശുശ്രൂഷ. നിയോഗമുള്ളവന് നേരെ പ്രലോഭനമുണ്ട്. നാട്ടിൽ പ്രലോഭനമുണ്ട്, വീട്ടിൽ പ്രലോഭനമുണ്ട്, ബന്ധുക്കളിൽ നിന്ന് പ്രലോഭനമുണ്ട്, ചന്തയിൽ പ്രലോഭനമുണ്ട്, വന്ന വഴിക്ക് പ്രലോഭനമുണ്ട്. ആരടുത്തും പറയത്തില്ലെങ്കിൽ ഒരു കാര്യം പറയാം, വേറെ ആരോടും പറയല്ല. സഭയിൽ പ്രലോഭനമുണ്ട്. ചെകുത്താനെ ഇവിടെ പന്നപ്പിശാചേ, നീ നാക്ക് വളച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, വേറെ ആർക്കുമില്ലാത്തൊരു നിയോഗം എൻ്റെ മേലുണ്ട്. വളരെ താഴ്മയോടെ, നിങ്ങളുടെ വളരെ പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്. ലജ്ജ കൂടാതെ പറയട്ടെ, താഴ്മയോടെ പറയട്ടെ. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. കാരണം നമ്മൾ നിന്നതല്ല, അവൻ നമ്മെ നിർത്തിയതാണ്. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സെപ്റ്റംബർ 21 മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും സൂക്ഷിക്കട്ടെ. വേറെ ആർക്കുമില്ലാത്ത പ്രലോഭനം ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ, വൈബറിലൂടെ, എല്ലാ ചക്കച്ചവണിയിലൂടെ, മാങ്ങാത്തൊലിയിലൂടെ പ്രലോഭനം തള്ളിക്കേറുമ്പം മനസ്സിലാക്കണം, വേറെ ആർക്കുമില്ലാത്ത പ്രലോഭനം ആ വിരുദ്ധ തെറ്റിക്കാനാണ് ആ ചേട്ടൻ വന്നിരിക്കുന്നത്, ആ ചേച്ചി വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൃഗമുണ്ട്. എൻ്റെ പേരാണ് പോളാർ ബിയർ. ഹിമക്കരടി. ഹിമക്കരടി. അടുത്തിരിക്കുന്നവരെ നോക്കാതെ. പോളാർ ബിയർ, ഹിമക്കരടി. കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. TV കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാടും. ബാക്കിൽ കൈയുയർത്തിയ ഒരു ആൻറ്റിയുണ്ട്, കള്ളം പറഞ്ഞതാ. പെട്ടെന്ന് ഭർത്താവിനെ ഓർത്ത് കാണും, പിന്നെ ഞാൻ അവരെ കൈകാര്യം ചെയ്തോളാം. അവർ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹിമക്കരടിയെ പിടിക്കാൻ പറ്റില്ല. പോളാർ ബിയർ സാധാ മനുഷ്യർക്ക് പിടിക്കാൻ കഴിയില്ല. പക്ഷേ എസ്കിമോ വർഗത്തിൽപ്പെട്ടവർ പറയും, ഞങ്ങൾ പിടിച്ചു തരാം, ഞങ്ങൾ പിടിച്ചു തരാം. ആ പുള്ളിയുടെ വീക്ക്നെസ് എന്തെന്ന് എനിക്കറിയാം. ആ പുള്ളിയുടെ വീക്ക്നെസ്,
അമ്മമാരുടെ വീക്ക്നെസ് 3 പോയിന്റിൽ വീക്ക്നെസ്, 5 പോയിന്റിൽ വീക്ക്നെസ്. നീ ലൂസിഫറിന്റെ ഏജന്റാ. ഈ ജനം ഇത്രയും ഞെട്ടിയെങ്കിൽ ജഗത്ത എത്ര ഭയങ്കരമായിട്ട് ഞെട്ടി കാണും. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പുള്ളിയുടെ വീക്ക്നെസ് ഞങ്ങൾക്കറിയാം. ആത്മീയ വേഷമിട്ടാ വരുന്നത്. ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്. വല്ലാത്ത ലോഡാ, എക്സ്ട്രാ ലോഡാ. അതുകൊണ്ടാണ് എനിക്കും നിനക്കും ഏറ്റവും കൂടുതൽ ആവശ്യം വിവേചനം. മാറ്റി നിർത്തേണ്ട അക്കന്മാരെയും ചേച്ചിമാരെയും അമ്മാമ്മമാരെയും മാറ്റി നിർത്തി നിയോഗത്തിലേക്ക് കുതിക്കുന്ന നിയോഗത്തിലേക്ക് കുതിക്കുന്ന വിവേചനം. പോളാർ ബിയർ, എക്സിമോ വർഗ്ഗക്കാർ പറയും, ഞങ്ങൾക്കറിയാം എൻ്റെ വീക്ക്നെസ് എന്തെന്ന് ഞങ്ങൾക്കറിയാം. പോളാർ ബിയറിന് ബ്രദർ എന്നായിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഏതോ സിസ്റ്റർ എന്ന് നോക്കുന്നുണ്ട്. പോളാർ ബിയറിന്, ഹിമക്കരടിക്ക് രക്തമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. രക്തമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചുമന്ന പായസം എന്ന് പറഞ്ഞാൽ ചിലത് ബോധം കെട്ട് കിടക്കുന്ന പോലെ. ഒരാളിനെങ്കിലും മനസ്സിലായല്ലോ കർത്താവേ. എല്ലാം വന്നിട്ടുണ്ട്. നോഹയുടെ പെട്ടകം പോലെ തോന്നുന്നു. ചുവന്ന പായസം എന്ന് പറഞ്ഞാൽ ചിലതെല്ലാം സ്ലൈൻ ഇൻ ദ സ്പിരിറ്റ് ആകുന്ന പോലെ, റോങ് സ്പിരിറ്റ്. ഹിമക്കരടിക്ക് രക്തമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സീ ലയൺ എന്നൊരു പ്രത്യേക ക്രീച്ചറുണ്ട്. സീ ലയൺ, അതിനെ എസ്കിമോ കൊന്നിട്ട് അതിൻ്റെ രക്തത്തെ ഒരു പാത്രത്തിൽ, ഒരു ഡിഷിലെടുത്ത് തങ്ങളുടെ ഭവനത്തിൽ നിന്ന് ആ മഞ്ഞ് പൊതിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ മാറ്റിവെക്കും. ആ തണുത്തുറഞ്ഞു കിടക്കുന്ന അന്തരീക്ഷത്തിൽ രക്തത്തിൻ്റെ സ്മെല്ലിങ്ങനെ ഭയങ്കരമായി വ്യാപിക്കുമ്പോൾ ഹിമക്കരടിയെ മനസ്സിലാക്കും, രക്തമുണ്ട്, രക്തം ഇഷ്ടഭോജനം ചെന്നിരിക്കുകയാണ് രക്തം. ഹിമക്കരടി മണം പിടിച്ച് ആ രക്തത്തിൻ്റെ അരികിലേക്ക് വയ്ക്കാം. അപ്പോൾ എക്സ്കിമോയ്ക്ക് അറിയാം ഹിമക്കരടി വരും. അപ്പോഴേക്കും സ്തോത്രം, നല്ല തണുത്ത് മഞ്ഞ് വീണ് കിടക്കുന്ന ആ സ്ഥലത്ത് ആ രക്തമങ്ങ് തണുത്ത് ഐസ് കട്ടയാകും, ഐസ് രക്തമാകും. അതിൻ്റെ അടിയിൽ നല്ല സ്വിച്ചസ് പോലെ അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചേക്കും, അല്ലെങ്കിൽ മൂർച്ചയുള്ള കത്തി വെച്ചേക്കും. പുറമേ നോക്കുമ്പോൾ രക്തമാണ്, പക്ഷേ അടിയിൽ പറ ധൈര്യം. ചില മിണ്ടുന്നില്ല. എൻ്റെ അജണ്ട എങ്ങനെ ഇയാളെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം മനസ്സിലായി. സ്തോത്രം. അപ്പോൾ നോക്കുക, ഈ രക്തത്തിൻ്റെ അടിയിൽ ഒരു അജണ്ടയുണ്ട്. ഈ പോക്ക് വരവിൽ കമാൺ, ഈ പ്രൈസ് ദി ലോർഡിൻ്റെ അടിയിൽ ഒരു അജണ്ടയുണ്ട്, ഒരു ബ്ലേഡ് വച്ചിട്ടുണ്ട്. പാവം ഹിമക്കരടി, പിടികൊടുക്കാത്ത ഹിമക്കരടി. എൻ്റെ രോമത്തിന് ഭയങ്കര വിലയാണ്, ഭയങ്കര വില. നിൻ്റെ മേലുള്ള നിയോഗം ഭയങ്കര വിലയാണ്. നിന്റെ പേരിലുള്ള നിയോഗം, നിന്റെ പേരിലുള്ള അഭിഷേകം, നിന്റെ പേരിലുള്ള പദ്ധതി, അത് ആൽബർട്ട് ഐൻസ്റ്റീനേക്കാൾ, അത് സ്റ്റീവ് ജോബ്സിനേക്കാൾ, ഏത് പ്രധാനമന്ത്രിയേക്കാൾ, ഏത് പാർലമെന്റിനേക്കാൾ നിന്റെ മേലുള്ള നിയോഗം സ്വർഗത്തിന് വലിയ വിലയേറിയതാണ്. രക്തം കണ്ട് വായിൽ വെള്ളം ഊറി ആ രക്തത്തിൻ്റെ സ്മെല്ലടിച്ച് ഹിമക്കരടി വന്ന് ആ രക്തത്തിങ്ങനെ നാക്കുമ്പോൾ അതിനറിയത്തില്ല അതിൻ്റെ അടിയിൽ മറ്റേ മൂർച്ചയുള്ള കത്തിയുണ്ടെന്ന്. അതിങ്ങനെ തണുത്തുറഞ്ഞതായ രക്തത്തിങ്ങനെ നാക്കി അതിങ്ങനെ, നിങ്ങളുടെ വായിൽ വെള്ളം മുറിയെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല, ഇപ്പോൾ നടന്നിട്ടിരിക്കുന്ന സഭായോഗമാകുന്നു. സ്തോത്രം. അതിങ്ങനെ നാക്കി അതിങ്ങനെ രക്തം കുടിച്ചിട്ടിരിക്കുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിക്കുമ്പോൾ നല്ല ആയുസ്സിനെ നാക്കുന്ന നിമിത്തം തൻ്റെ നാവ് തണുത്ത് ഉറഞ്ഞു പോകും. നാവ് തണുത്തുറഞ്ഞാൽ പിന്നെ നാവിന് തൊട്ടാലും തൊട്ടില്ലെങ്കിലും അതിനൊരു പോലെ അറിയത്തില്ല. അതിങ്ങനെ സ്തോത്രം നാക്കി അല്പം താഴേക്ക് പോകുമ്പോൾ ചൂടുള്ള രക്തം
ഇതാ വായിൽ വരുന്നോ, കൊള്ളാലോ, നല്ല തണുത്ത അന്തരീക്ഷത്തിൽ നല്ല ചൂടുള്ള രക്തം. പാവം ഹിമക്കരടി, പാവം ഹിമക്കരടി. എടാ, എൻ്റെ അടിയിൽ വെച്ചിരുന്ന ബ്ലേഡ് ഉണ്ടല്ലോ, ആ ബ്ലേഡ് നിൻ്റെ നാവിൽ കൊണ്ടിട്ട് നിൻ്റെ സ്വന്തം രക്തമാ ഇപ്പോൾ സ്തോത്രം നീ കുടിക്കുന്നത്. പക്ഷേ സ്തോത്രം ആ തണുത്ത അന്തരീക്ഷത്തിൽ ആ ചൂടുള്ള രക്തം, സ്വന്തം രക്തം തന്നെ അത് കുടിച്ച് നാവിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകി, സ്തോത്രം തൻ്റെ സ്റ്റാമിന ഒഴുകി, തൻ്റെ ബലം ഒഴുകി, സ്തോത്രം അവശനായിട്ടും വിടത്തില്ല. നല്ല ടേസ്റ്റ് അല്ലേ സ്തോത്രം. അതിനെ വീണ്ടും സ്തോത്രം നക്കി കുടിച്ച് അത് അവശനായി ബോധം കെട്ട് വീഴുമ്പോൾ ഇതാ ഒളിച്ചിരിക്കുന്ന എസ്കിമോസ് കടന്നു വന്ന് ഹിമക്കരടിയെ പൊക്കുന്നു, അതിനെ കൊല്ലുന്നു, അതിൻ്റെ മാംസം വേവിച്ച് ഭക്ഷിക്കുന്നു, അതിൻ്റെ തോലിനെ ഉരിച്ചെടുത്തിട്ട് സ്തോത്രം എക്സ്പെൻസീവ് ക്ലോത്ത് ഉണ്ടാക്കാൻ മാർക്കറ്റിലേക്ക് അയക്കുന്നു. ഇന്ന് പകൽക്കാലം പറയുന്ന ഞാൻ ഉൾപ്പെടെ, പുസ്തകത്തോട്ടെ, പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ ജീവിതത്തിൻ്റെ യാത്രകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ദിസ് ഈസ് എ വാർണിംഗ് ഫോർ എവരി വൺ. നീ ആണാകട്ടെ പെണ്ണാകട്ടെ, നീ ഡിഗ്രി ഉള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, നീ സൗന്ദര്യമുള്ളവരാകട്ടെ ഇല്ലാത്തതാകട്ടെ, ഉന്നത കുടുംബമാകട്ടെ താണ കുടുംബമാകട്ടെ, നീ ആരാണെങ്കിലും നിന്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ നിന്റെ സ്റ്റാമിനയെ തകർക്കാൻ, നിന്റെ ദൗത്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്നെ പൊളിക്കുവാൻ, ശേഷം മനുഷ്യരെ പോലെ ആക്കി തീർക്കുവാൻ രഹസ്യ അജണ്ടയുമായി സാത്താൻ പലതിനെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ തീരുമാനിച്ചോട്ടെ, ഞാൻ നോക്കുന്നത് പ്രലോഭനങ്ങളിലല്ല, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ ഞാൻ ശ്രദ്ധിച്ചു നോക്ക്. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. പരീക്ഷകൾ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങൾ വിടുവിക്കണമേ. ഹിമക്കരടിയെ പിടിക്കുവാൻ ട്രാപ്പ് ഒരുക്കുന്നത് പോലെ നിന്റെ ഫ്രണ്ട് സർക്കിളിൽ ട്രാപ്പ് ഒരുക്കുന്നവരുണ്ട്. നിന്നെ നിരാശയിലേക്ക് തള്ളിയിടുവാൻ നിന്റെ ശരീരത്തെ യൂസ് ചെയ്ത ശേഷം, പച്ച മലയാളത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ ശരീരത്തെ യൂസ് ചെയ്ത ശേഷം പേപ്പർ ഗ്ലാസ് പോലെ വലിച്ചെറിയുവാൻ, നിന്റെ ജീവിതത്തെ തകർക്കാൻ, ഇരുണ്ട അധ്യായമാക്കാൻ, നിന്റെ വിദ്യാഭ്യാസത്തെ പൊളിക്കുവാൻ, നിന്നെ നാണം കെടുത്തുവാൻ, നിന്നെ വേശ്യാവൃത്തിയിലേക്ക് കൊണ്ടുപോകാൻ, നിന്നെ ലവ് ജിഹാദിന് കൊണ്ടുപോകാൻ, നിന്റെ ഭാവിയെ തച്ചുടയ്ക്കുവാൻ കെണികളും ട്രാപ്പും വെച്ചിരിക്കുമ്പോൾ ജനം ഇന്ന് പകൽക്കാല പ്രസംഗം കേൾക്കുകയല്ല, പ്രാർത്ഥിച്ചു പറയട്ടെ, പരീക്ഷയിൽ കടത്താതെ, പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഒരിക്കൽ കൂടെ എല്ലാ ടീനേജ് ബോയ്സ് ആൻഡ് ഗേൾസ് ഉൾപ്പെടെയുള്ളവർ ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അങ്ങളെ എത്ര വയസ്സ് വരെ പ്രാർത്ഥിക്കണം? അങ്ങളെ എത്ര വയസ്സ് വരെ പ്രാർത്ഥിക്കണം? നരയ്ക്കുന്നവരെ ഇന്നലെ എങ്ങാണ്ട് നരച്ചിരുന്നു, പക്ഷെ ഞാൻ നരയ്ക്കാൻ സമ്മതിക്കത്തില്ല. ഒരു കാരണവശാലും നരയ്ക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ നരയ്ക്കുന്നവരെ പ്രാർത്ഥിക്കണോ? അത് 55 വരെ പ്രാർത്ഥിക്കണോ? അത് 58 വരെ പ്രാർത്ഥിക്കണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്തോത്രം, സാത്താൻ പെൻഷൻ പറ്റുന്നില്ല. സാത്താൻ പെൻഷൻ പറ്റുന്നില്ല, പിശാച് ഉറങ്ങുന്നില്ല, അവന് വെക്കേഷൻ പോകുന്നില്ല. അതുകൊണ്ട് നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. ഓ കമാൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്നവൻ ഊടാടി സഞ്ചരിക്കുമ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഉണർന്നിരിക്കുക. ബി അലേർട്ട്. നിന്റെ ഗേൾ ഫ്രണ്ട് നിനക്കൊരു ട്രാപ്പാണോ? നിന്റെ ബോയ് ഫ്രണ്ട് നിനക്കൊരു ട്രാപ്പാണോ? നിന്റെ കമ്പ്യൂട്ടർ ഗെയിംസ് നിനക്കൊരു ട്രാപ്പാണോ? നീ മൊബൈലും കമ്പ്യൂട്ടറും കാണുന്ന നിനക്കൊരു ട്രാപ്പാണോ? വിളിച്ചു പറ, പരീക്ഷയിൽ കടത്താതെ.
നീ കെട്ടിയതായിരിക്കാം, കെട്ടാത്തതായിരിക്കാം. പ്രായം കൂടിയതായിരിക്കാം, പ്രായം കുറഞ്ഞതായിരിക്കാം. നീ മൊട്ട തലയനായിരിക്കാം, ഇല്ല മുടിയെല്ലാം പൊഴിഞ്ഞതായിരിക്കാം. ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും, കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്നവരാണെങ്കിലും, ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, പരീക്ഷകൾ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഈ ദിവസങ്ങളൊന്ന് കാഹളം ധ്വനിക്കും കേട്ടോ. ഈ ആഴ്ച റോഷ് ശനിയാണ്, ഈ ആഴ്ച കാഹളോത്സവമാണ്. ആരൊക്കെയോ പറയുന്നു ഈ ആഴ്ച കർത്താവ് വരുമെന്ന്. എനിക്കറിയത്തില്ല, എൻ്റെ ബൈബിൾ അങ്ങനെ പറയുന്നില്ല. എൻ്റെ വരുന്ന പുത്രന് പോലും അറിയത്തില്ല, പിന്നെ അല്ലേ ആഫ്രിക്കക്കാരനെ അറിയാന്നുള്ളത്. കമാണ്, അത് വേറൊരു പ്രസംഗമാണ്. സ്തോത്രം. വരുന്ന പുത്രന് പോലും അറിയത്തില്ല, പിന്നെ അല്ലേ മറ്റേ കമാണ്. ഹല്ലേലൂയ. ഈ ആഴ്ച റോഷ് ശനിയാണെന്ന് പറഞ്ഞാൽ കാഹളോത്സവമാണ്. ഒന്നുകിൽ യേശു വരും, ഇല്ലെങ്കിൽ ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോഡിയിൽ നിന്ന് പുറത്ത് വരാം. ഈ ബോഡിയിൽ നിന്ന് നമ്മുടെ ആത്മാ പുറത്ത് വരുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കി പറയും, ഓ ഈ കൂടിലാണ് ഞാൻ ഇത്രയും കാലം കഴിഞ്ഞത്. ഓ, ഒരാൻറ്റിക്ക് മാത്രം മനസ്സിലായി, ഈ കൂടിലാണ് ഞാൻ ഇത്രയും കാലം കഴിഞ്ഞത്. എന്നിട്ട് 10,000 റോക്കറ്റുകളെക്കാൾ വേഗതയിൽ നീ മേലേക്ക് കയറി ചെന്ന് സ്വർഗത്തിൻ്റെ ഗേറ്റ് കടക്കുമ്പോ നേടി 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 ഹാവു രക്ഷപ്പെട്ടു. റിലാക്സ് ചെയ്യുന്നെങ്കിൽ അപ്പം മാത്രം റിലാക്സ് ചെയ്യും. അതുവരെയും ഇത് കളിക്കളമല്ല, ഇത് കൊലക്കളമല്ല. ആരോടാ ഞാൻ പറയുന്നത്? ഇത് കളിക്കളമല്ല, ഇത് കൊലക്കളമല്ല, ഇത് യുദ്ധക്കളമാണ്. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. 50% ആയി ഈ ഇൻട്രഡക്ഷനോടെ. ഈ ദൂതിൻ്റെ കാതലായ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ടെസ്റ്റ്. നിന്നെ തകർക്കാൻ, നിന്റെ ദൗത്യത്തെ മുടിക്കാൻ, ശേഷം മനുഷ്യനെ പോലെയാകാൻ, നിന്നെ പരിഹാസപാത്രമാക്കാൻ, ജാതികളുടെ നടുവിൽ നിന്റെ പേരിനെ ചീത്തയാക്കാൻ, നിന്നെ പഴഞ്ചൊല്ലും പരിഹാസമാക്കാൻ സാത്താൻ കെടിയും ടെസ്റ്റുമായി നടക്കുമ്പോൾ അടുത്ത സെന്റൻസ് ഇമ്പോർട്ടൻ്റാ. സ്തോത്രം. പ്രലോഭനങ്ങളും പ്രതികൂല കാറ്റും. കണ്ണുറന്ന് കേക്ക് ചേച്ചി, ഇത് വേറെ ഒരിടത്തും കിട്ടത്തില്ല. കേക്ക്. നിന്റെ പ്രലോഭനവുമായി സാത്താൻ കടന്നു വരുമ്പോൾ ഇന്ന് പകൽക്കാലം നിനക്കൊരു നിയോഗം ദൈവം നൽകുന്നു. പവർ ടു സേ നോ. പവർ ടു സേ നോ. Come on. എത്ര പേര് ആരെങ്കിലും കേട്ടോ അത്? പവർ ടു സേ. ചേച്ചിമാർ വന്നാൽ, ചേട്ടന്മാർ വന്നാൽ നോ. നിന്നെ നോക്കി ഒത്തിരി പേർ ടോം ആൻഡ് ജെറിയിലെ ജെറി തലകുലുക്കുന്ന പോലെ ഒത്തിരി എണ്ണത്തെ യെസ് കണ്ടു കാണാം. പക്ഷേ ഇന്ന് എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് പറയുന്നവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തിയാട്. അടുത്തിരിക്കുന്നവർ ഹൈഫൈ കൊടുത്ത് കൈ കൊണ്ട് അടിക്കുന്ന മാറല് മാറിയിട്ടും അവൻ്റെ മൂക്കിക്കൊണ്ടിട്ട് ഹോളി സ്പിരിറ്റ് കരാട്ടെ എന്ന് ദയവായി പറയല്. സ്തോത്രം. അടുത്തിരിക്കുന്നവർ നല്ല ഹൈഫൈ കൊടുത്തിട്ട് പറഞ്ഞ് പവർ ടു സേ നോ, പവർ ടു സേ നോ, പവർ ടു സേ നോ. പ്രലോഭനങ്ങളുമായി നീളമുള്ളവനാകട്ടെ, നീളം കുറഞ്ഞവനാകട്ടെ, ഫാറ്റി ആകട്ടെ, സ്കിന്നി ആകട്ടെ, ഏതവൻ കടന്നു വന്നാൽ നിയോഗമുള്ളവൻ പറയട്ടെ നോ. നിന്റെ ചന്തയിൽ ഇത് വിൽക്കത്തില്ല, നിന്റെ പരിപാടിയല്ല. ലോകസ്ഥാപനത്തിന് മുൻപേ, കമ്മൻകുട്ടികളെ, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ ദൈവം എന്നെ തെരഞ്ഞെടുത്ത് എൻ്റെ മേലൊരു ദൈവിക ദൗത്യം തന്നിട്ടുണ്ട്. നീ പറയുന്ന പാട്ട് പാടാൻ എനിക്ക് എന്നെ കൊണ്ട് കഴിയത്തില്ല. നീ കൊട്ടുന്ന താളത്തിനൊത്തുവണ്ണം ഞാൻ തുള്ളത്തുമില്ല. പവർ ടു സേ നോ. ടെസ്റ്റ്.
നിന്നെ തകർക്കാൻ പിശാചിൽ നിന്ന് വരുമ്പോൾ, മറുവശത്ത് സ്തോത്രം, ടെംപ്റ്റേഷൻ നിന്നെ തകർക്കാൻ പിശാചിൽ നിന്ന് വരുമ്പോൾ, let me repeat one more time, ടെംപ്റ്റേഷൻ നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ, നിന്നെ തകർക്കാൻ പിശാചിൽ നിന്ന് വരുമ്പോൾ, അപ്പച്ചൻ്റെ നിന്ന് വരുന്ന കാര്യമുണ്ട്, ടെസ്റ്റ്. ടെംപ്റ്റേഷൻ പിശാചിൽ നിന്ന് വരുമ്പോൾ കർത്താവിൽ നിന്ന് വരുന്ന ഒന്നാണ് ടെസ്റ്റ്. ലൈഫിൽ ടെസ്റ്റ് എഴുതി ആരെങ്കിലും വന്നിട്ടുണ്ടോ? അത്രയും മതി. ജീവിതത്തിൽ ടെസ്റ്റ് എഴുതിയിട്ടുള്ള, ദൈവത്താൽ വന്ന ടെസ്റ്റ് എഴുതിയിട്ടുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ്. സ്തോത്രം. ജീവിതത്തിൽ ടെസ്റ്റ് എഴുതിയത് കൊണ്ടാണ് 5 കൊല്ലം മുമ്പില്ലാത്തത് എന്തോ ഇന്ന് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ആഹാ, 5 വർഷം മുമ്പില്ലാത്തത്, 4 കൊല്ലം മുമ്പില്ലാത്തത് ഇന്ന് ദൈവം നിനക്ക് തന്നിരിക്കുന്നെങ്കിൽ, യെസ്, ഹല്ലേലൂയ, വേറെ ആർക്കുമില്ലാത്ത ഏതോ ടെസ്റ്റിലൂടെ നീ കടന്നു പോയത് കൊണ്ടാണ് ദൈവം ഇത് നിനക്ക് തന്നിരിക്കുന്നത്. തിരുവചനം പറയുന്നു, 7 പോയിന്റ് എനിക്കുണ്ട്, 7 സംഭവങ്ങളുണ്ട്. അതിപ്പോൾ തൊടാൻ എൻ്റെ മുമ്പിൽ നേരമില്ല. സ്തോത്രം. ദൈവം പലരെ പരീക്ഷിക്കുകയുണ്ടായി. ദൈവം പലരെ പരീക്ഷിച്ചത് തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടാണ്. ദൈവം നിന്നെ പരീക്ഷിക്കുന്നത് നിന്റെ തിന്മയ്ക്കല്ല, നിന്റെ നന്മയ്ക്കുണ്ട്. ഇയ്യോബിൻ്റെ ലൈഫിലേക്ക്, ഇയ്യോബിൻ്റെ ലൈഫിലേക്ക് പരീക്ഷ കടന്നു വരുമ്പോൾ എൻ്റെ ദൈവത്തിന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഊസ് ദേശത്ത് മറ്റൊരുത്തൻ ജീവിച്ചതുപോലെ അല്ല യവൻ ജീവിച്ചത്. തിരുവനന്തപുരം പട്ടണത്തിൽ 10,000-കണക്കിന് വിശ്വാസി ഉണ്ടെങ്കിലും നിന്നെപ്പോലെ കരഞ്ഞ വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെപ്പോലെ വിതുമ്പിയ വേറെ ആരെങ്കിലും ഉണ്ടോ? നിന്നെപ്പോലെ ഉടഞ്ഞ നിന്ദിക്കപ്പെട്ട വേറെ ആരെങ്കിലും ഉണ്ടോ? നിന്നെപ്പോലെ കിട്ടേണ്ട നന്മകൾ അപഹരിച്ച് നിന്റെ കുടുംബക്കാർ നിന്നെ തേച്ചിട്ട് പോയി നിന്നെപ്പോലെ അവഹേളിക്കപ്പെട്ട വേറെ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ഇയ്യോബിന്റെ ദൈവം, ഇന്ന് ദൈവം പറയുന്നു, അന്ന് ഊസ് എന്ന ദേശത്ത് നടന്നത്, നിന്റെ വീട്ടിൽ നടത്തുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇയ്യോബിന് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇയ്യോബിന് 3 വേലികളുണ്ടായിരുന്നു. എൻ്റെ പ്രോപ്പർട്ടിക്ക് ചുറ്റും, അവൻ്റെ കുടുംബത്തിന് ചുറ്റും, അവന് ചുറ്റും 3 വേലിയുണ്ടായിരുന്നു. എന്നാൽ സഹോദരന്മാരെ, എന്ന പകൽക്കാലം സ്തോത്രം, നിനക്ക് ചുറ്റും 3 വേലിയല്ല, കുറഞ്ഞത് നിനക്ക് ചുറ്റും 4 വേലിയുണ്ട്. ഓ കമാൻ, ഹല്ലേലൂയ. ഓ, ഞാൻ ആഗ്രഹിക്കുക എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. സ്തോത്രം. അതേ, കഴിവുണ്ടായിരുന്നെങ്കിൽ, അല്ല ടൈം ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. നിനക്ക് ചുറ്റും യേശുവിൻ്റെ രക്തത്തിൻ്റെ, ഓ പരിശുദ്ധ ആത്മാവിൻ്റെ, സർവായുധ വർഗത്തിൻ്റെ അതേ വേലിയുണ്ട്. നീ തുറന്നു കിടക്കുന്ന വയലല്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഒരു ദുഷ്ടന്, ഒരു പിശാചിന് നിന്റെ ജീവിതം എന്ന വയലിനകത്തേക്ക് ചാടി ഓടി വന്ന് കയറുവാൻ കഴിയത്തില്ല. കമാൺ, നിങ്ങളെ തൊടുന്നവർ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു. ശബ്ദം ഉയർത്തി ആരാധിക്കോ, വാ തുറന്ന് ആരാധിക്കോ. നീ ഉപവസിച്ചത് വേറെ ആരും കണ്ടില്ല, നീ കരഞ്ഞത് വേറെ ആരും കണ്ടില്ല, നീ അവഹേളിക്കപ്പെട്ടത് വേറെ ആരും കണ്ടില്ല. അതുകൊണ്ട് ദൈവം പറയുന്നു, നീ ഇന്നലകളിൽ ജീവിച്ചതിനേക്കാൾ, കഴിഞ്ഞ കാലങ്ങളിൽ നീ ജീവിച്ചതിനേക്കാൾ നിന്റെ നാളെ ഇരട്ടി നന്മയായി ഡബിൾ പോർഷൻ, ഇരട്ടി നന്മയായി തുടർന്നുള്ള വർഷങ്ങളാകാൻ വേണ്ടി പോകുകയാണ്. ഓ ഹല്ലേലൂയ. ഇരട്ടി നന്മ. ദൈവം ആർക്കും കടക്കാരനല്ല.
ദൈവാർക്കും കടക്കാരനല്ല. അപഹേളിക്കപ്പെട്ടവർ ഇന്ന് പകൽക്കാലം ഏൽക്കട്ടെ. ഒരു കൊടുങ്കാറ്റ് ഫ്ലാറ്റായി അടിച്ച് യോബ് തകർക്കപ്പെട്ടു. ഒരു കൊടുങ്കാറ്റ് ഫ്ലാറ്റായി അടിച്ച് യോബിന്റെ പ്രോപ്പർട്ടി, യോബിന്റെ വീട്, യോബിന്റെ മക്കൾ, യോബിന്റെ ജീവിതം തകർക്കപ്പെട്ടു. കാറ്റിലൂടെ, പെരുങ്കാറ്റിലൂടെ കടന്നു വന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നു? ജീവിതത്തിന്റെ പെരുങ്കാറ്റിലൂടെ യാത്ര ചെയ്തു വന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നു? ഒരു പെരുങ്കാറ്റ് നിന്നെ പൊളിച്ചു എങ്കിൽ, ഒരു കൊടുങ്കാറ്റ് നിന്നെ തകർത്തുവെങ്കിൽ യോബേ, ഒരു ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന് നിന്നെ പണിയുന്ന ഒരു കർത്താവുണ്ട്. ശബ്ദമുയർത്തി നിന്നെ പണിവാൻ കർത്താവ് ഇറങ്ങിയിരിക്കുക. നിന്നെ ഉയർത്തുക, ഇരട്ടിയായി ഉയർത്തുക, ഇരട്ടിയായി ഉയർത്തുക, ഇരട്ടിയായി ഉയർത്തുക. ദേശത്തിന്റെ നടുവിൽ എല്ലാവരും കാണുക, എല്ലാവരും കാണുക. ഒരു കണ്ണിന് നിഷേധിപ്പാൻ കഴിയാതെ എല്ലാവരും കാണുക. നിന്നെ ഉയർത്തുവാൻ ചുഴലിക്കാറ്റിൽ, കൊടുങ്കാറ്റിൽ പൊളിഞ്ഞവനെ ചുഴലിക്കാറ്റിൽ ഉയർത്തുവാൻ ടെസ്റ്റിന്റെ ദൈവം ഇരട്ടി നന്മകളെ നൽകുന്നവൻ അവൻ ഇറങ്ങി വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവരെ കരങ്ങളെ അടിച്ച്, കേട്ടില്ല? വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച്. തീയിലൂടെ വന്നു ശതരമേശ അഭേദനകോറിയ. ഞങ്ങൾ വന്നത് കാറ്റിലൂടെയല്ല ജീസസ്, ഞങ്ങൾ വന്നത് കാറ്റിലൂടെയല്ല. അന്യദേശമാ, വേറൊരു കൾച്ചറാ, വേറൊരു ഭാഷയാ, വേറൊരു രാജ്യമാ, പരിചയമില്ലാത്ത രാജാവാ. പക്ഷേ ഈ ദേശത്ത് വന്ന് ഞങ്ങൾ മാനിക്കപ്പെട്ടു. 3 എബ്രായ ബാലന്മാർ പറയുക, ഈ ദേശത്ത് വന്ന് ഞങ്ങൾ മാനിക്കപ്പെട്ടു. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ഈ ദേശത്ത് വന്ന് ഞങ്ങൾ മാനിക്കപ്പെട്ടു. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ സന്താനം മാനിക്കപ്പെടുവാൻ പോകുക. കേട്ടില്ല? മാതാപിതാക്കൾ ആമേൻ പറയൂ മക്കളെ. ഡാനി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. അന്യദേശത്ത് നിന്റെ സന്താനം മാനിക്കപ്പെടാൻ വേണ്ടി പോകുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, തീച്ചൂളയിൽ അവർ ഇറങ്ങി നിന്നു. അപ്പനില്ല, അമ്മയില്ല, സുഹൃത്തുക്കളില്ല. സ്തോത്രം. അപ്പനില്ല, അമ്മയില്ല, സുഹൃത്തുക്കളില്ല. പക്ഷേ തീച്ചൂളയിൽ ഇറങ്ങി നിന്ന ഇമ്മാനുവേൽ കൂടെ ഉണ്ടാകും. നിന്നെ ഉയർത്തുന്ന ഒരു കർത്താവ്, നിന്നെ ഉയർത്തുന്ന ഒരു കർത്താവ് നിന്നോട് കൂടെയുണ്ട്. വേറെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ആരും കൂടെയില്ല. ഒറ്റപ്പെട്ടു എന്ന് പറയുന്നവരെ പകൽക്കാലം കർത്താവ് പറയുന്നു, ഒരു ടെസ്റ്റ് നിനക്കുണ്ടെങ്കിൽ ഒരു പ്രമോഷൻ നിനക്കുണ്ട്. ഒരു ടെസ്റ്റ് നിനക്കുണ്ടെങ്കിൽ ഒരു പ്രമോഷൻ നിനക്കുണ്ട്. കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഒരു എക്സാമ്പിളോട് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്തട്ടെ. നിന്റെ ലക്ഷ്യത്തിലേക്കാണ്. ചുറ്റും നിൽക്കുന്ന 4 പേരെ നോക്കി പറയാം, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്കാണ്. പറഞ്ഞേ, നിന്റെ ദൗത്യത്തിൻ്റെ ലക്ഷ്യത്തിലേക്കാണ് നീ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേൾക്കണം, നിന്റെ ദൗത്യത്തിൻ്റെ ലക്ഷ്യത്തിലേക്കാണ് നിന്റെ യാത്ര. നിന്റെ ദൗത്യത്തിൻ്റെ ലക്ഷ്യത്തിലേക്കാണ് നീ യാത്ര ചെയ്യുന്നത്. ഇൻ ജീസസ് നെയിം. കമോൺ. കേട്ടില്ല ഒരിക്കൽ കൂടെ ഞാൻ വീണ്ടും കുറേ നന്നായിട്ടൊന്ന് പറയട്ടെ. ഈ ആ ദൂതൊന്ന് എല്ലാറ്റിൻ്റെ ഹൃദയത്തിൽ കേൾക്കണം. നിന്നെക്കുറിച്ചുള്ള ദൈവിക ദൗത്യത്തിൻ്റെ യാത്രയിലാണ് നീ ആയിരിക്കുന്നത്. പ്രതികൂലങ്ങളും പ്രലോഭനങ്ങളും പ്രതികൂല കാറ്റുകളും പ്രലോഭനങ്ങളും പ്രതികൂല കാറ്റുകളും. റിയലി അതെ, ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക്. നീ ഇങ്ങോട്ട് പോകുന്നേ. അത് ഐ എം ഓൺ ദ വേ ടു മൈ റോം. എൻ്റെ റോമിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. അന്നത്തെ വേൾഡ് ക്യാപിറ്റലാണ് റോം. റോമിലേക്ക് പോകണമെന്ന് ഞാൻ ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹിച്ചതാണ്. സ്തോത്രം. വലിയൊരു ലേഖനം എഴുതി, പക്ഷേ ഞാനിവരെ മുഖാമുഖമായി കണ്ടില്ല. ഈ കപ്പലിൽ ഞാൻ കയറിയിരിക്കുക. ഇത് അടിമകൾ യാത്ര ചെയ്യുന്ന കപ്പലിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. റിയലി അടിമകൾ യാത്ര ചെയ്യുന്ന കപ്പലിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. കുറച്ചുകൂടെ ഉച്ചത്തിൽ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. അടിമകൾ യാത്ര ചെയ്യുന്ന കപ്പലിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എന്താ ഉച്ചത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ, കാരണം ചുറ്റും കൊടുങ്കാറ്റിൻ്റെ ശബ്ദമാണ്.
അവൻ്റെ പേരാണ് ഈശാനമൂലൻ. ആഹാ, ഈശാനമൂലനോടെയാണ് യാത്രയല്ലേ? പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. നല്ല ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടെ മുഖത്ത് ചായവും തേച്ചിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് സന്തോഷത്തോടെ ഏതാണ്ട് ബക്കിംഗ്ഹാം പാലസ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതെന്ന് വിചാരിച്ച. നോ, ജീവിതത്തിൻ്റെ സ്തോത്രം പ്രതികൂല കാറ്റിലൂടെയാണ് നിൻ്റെ യാത്ര. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, നിൻ്റെ ലക്ഷ്യത്തിലേക്കാണ് നീ യാത്ര ചെയ്യുന്നത്. എന്നാൽ അപ്പോസ്തലൻ പറയും, ഞാൻ ഇരിക്കുന്ന ഈ അടിമ കപ്പലുണ്ടല്ലോ, ഇന്നലെ രാത്രി ദൂതൻ വന്നിറങ്ങിയിട്ട് പറഞ്ഞു, ഈ കപ്പൽ പോക്ക, പക്ഷേ നീ പൊങ്ങും. കപ്പൽ മുങ്ങും, നീ പൊങ്ങും. കപ്പൽ മുങ്ങും, നീ പൊങ്ങും. കപ്പൽ മുങ്ങും, നീ പൊങ്ങും. സ്തോത്രം. കർത്താവ് പറയും, ഞാൻ ആ കപ്പലിന് വേണ്ടി മരിച്ചില്ല, ഞാൻ ആ കപ്പലിനെ സ്നേഹിച്ചില്ല, ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത്. കപ്പലിനൊരു ദൗത്യമില്ല, പക്ഷെ നിനക്കൊരു ദൗത്യമുണ്ട്. കപ്പലിനൊരു ദൗത്യമല്ല, നിനക്കൊരു ദൗത്യമുണ്ട്. സഹോദരന്മാർ, ഞാൻ നിർത്തി. ഒരു മിനിറ്റ് എൻ്റെ കണ്ണിൽ നോക്കിയേ. വേറെ ആർക്കും ഇല്ലാത്ത ഈശാനമൂലൻ കൊടുങ്കാറ്റിലൂടെ പൗലോസ് യാത്ര ചെയ്തു. ഐ ഡോണ്ട് നോ, പത്രോസ്, യാക്കോബ്, യോഹന്നാന്, മറ്റപ്പോസ്തലന്മാർ അവർക്കെങ്ങനെ കൊടുങ്കാറ്റുണ്ടായിരുന്നോ എനിക്കറിയത്തില്ല. പക്ഷെ പൗലോസിന് ഒരു കൊടുങ്കാറ്റുണ്ടായിരുന്നു. അപ്പോസ്തലർ 27. വേറെ ആർക്കും ഇല്ലാത്ത കൊടുങ്കാറ്റുകളിലൂടെ യാത്ര ചെയ്യുന്നവർ കേൾക്കണം. ഏറ്റവും ശ്രേഷ്ഠമായ കുറേ ലേഖനങ്ങൾ എഴുതി. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ നിങ്ങളത് പറയാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചത് ഒരു കിങ് എപ്പിസലും ഒരു ക്യൂൻ എപ്പിസലും. സ്തോത്രം. അതെ, പൗലോസിന്റെ തൂലികയിലൂടെ വന്നത് ആ കാറ്റിന് ശേഷമാണ്. ഒരു കിങ് എപ്പിസൽ, ലേഖനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു ലേഖനമാണ്. ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏറ്റവും ബെസ്റ്റ് എപ്പിസൽ പൗലോസിന്റെ തൂലികയിലൂടെ വന്നത് ആ കാറ്റിന് ശേഷമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, ഓരോ കാറ്റിലൂടെ കയറി ഇറങ്ങുമ്പോൾ അതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഏതാണ്ട് നല്ല കാര്യങ്ങൾ നിന്നിലും നിന്റെ തലമുറയിലും ദൈവത്തിന്റെ കൃപയാൽ വെളിപ്പെട്ടിരിക്കുന്നു. എക്സൈറ്റഡ് അല്ല. ഇത് നിന്നെ തൊലയ്ക്കുന്നതല്ല, നിന്നെ തകർക്കുന്നതല്ല, നിന്നെ മുക്കുന്നതല്ല, പകരം നിന്നെ മൂർച്ച വർദ്ധിപ്പിക്കുന്നതാണ്. ശബ്ദം ഉയർത്തി 2 മിനിറ്റ് അന്യഭാഷ പറഞ്ഞേ. കരങ്ങളെ അടിച്ച് 2 മിനിറ്റ് ശക്തിയോടെ അന്യഭാഷ പറഞ്ഞേ. ലേഖനങ്ങളുടെ രാജാവായ കൊലോസ്യ ലേഖനവും ലേഖനങ്ങളുടെ രാജ്ഞിയാകുന്ന എഫേസ്യ ലേഖനവും പൗലോസ് എഴുതിയത് ആ കാറ്റിന് ശേഷമാണ്. ഏതോ കാറ്റിലൂടെ പോകുന്ന ദൈവദാസന്മാർ എന്നെ കേൾക്കുന്നു, ഏതോ കാറ്റിലൂടെ പോകുന്ന കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നു, ഏതോ കാറ്റിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ കേൾക്കുന്നു. മക്കളെ, ഇതെല്ലാം മാറും കേട്ടോ, ഇതെല്ലാം വേഗത്തിൽ മാറും. ഇരിക്കുന്നവർ, കഴിവുള്ളവർ എഴുന്നേറ്റുന്ന നാട് ഓൾറെഡി ഭൂരിപക്ഷം പേർ നിൽക്കുന്നുണ്ടെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇതുവരെ ഇല്ലാത്ത ഏറ്റവും ശക്തമായത്, ശ്രേഷ്ഠമായത് ഈ കാറ്റിന് ശേഷം നിന്നിലൂടെ പുറത്തു വരും. ടെസ്റ്റ് ദൈവം തരുന്നത് നിന്റെ പ്രൊമോഷന് വേണ്ടിയാണ്. ടെംപ്റ്റേഷൻ വരുന്നത് നിന്റെ ഡിസ്ട്രക്ഷന് വേണ്ടിയാണ്. ശത്രു തിന്മയ്ക്കായി പ്രലോഭനം കൊണ്ടുവരുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഏതോ നന്മയ്ക്കായി ടെസ്റ്റ് തരുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. എല്ലാ തോൽവികൾക്കും നന്ദി, എല്ലാ തീക്കും നന്ദി, എല്ലാ മരുഭൂമിക്കും നന്ദി, എല്ലാ കണ്ണുനീരിനും നന്ദി, എല്ലാ നിലവിളിക്കും നന്ദി, എല്ലാ ഒറ്റപ്പെടലിനും നന്ദി, എല്ലാ മുറിവുകൾക്കും നന്ദി, എല്ലാ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും നന്ദി, എല്ലാ റിജക്ഷനും നന്ദി. കമാ ജനം ദൈവത്തെ ആരാധിച്ചേ.